സന്തോഷമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കർത്താവിനെ മഹത്വം കൊടുത്താട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും നമ്മളെ കാത്തു പരിപാലിച്ചു. നമ്മൾ വീണ് പോവാതെ, നമ്മൾ ക്ഷീണിച്ചു പോവാതെ, നമ്മൾ മടുത്തു പോവാതെ, ഹല്ലേലൂയ, അനേകരുടെ മുമ്പാകെ സാക്ഷ്യമായി നിർത്തി, ജീവനോടെ നിർത്തി എന്ന് ബോധ്യമുള്ളവർ ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് കരങ്ങളെ നോട്ട് മഹത്വപ്പെടുത്തിയ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അപ്പാ ആഴ്ചപ്പെട്ടതിൻ്റെ 1-ാം നാള് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ഞങ്ങളുടെ മേൽ ശക്തമായി വ്യാപരിക്കണം. അഭിഷേകത്തോടെ നിന്റെ മുമ്പിൽ നിൽപ്പാൻ ദൈവം കൃപ ചെയ്യണം. അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. കർത്താവ്, ഒരു യോഗ്യതയും ഇല്ലാത്തിടത്ത് നിന്ന് നീ ഞങ്ങളെ വിളിച്ച ഹല്ലേലൂയ, അങ്ങേക്ക് വിലയേറിയവനും മാന്യനുമായിട്ട് ഞങ്ങളെ തീർച്ചല്ലോ അപ്പാ. എന്ന് ഈ പ്രഭാതത്തിൽ നിന്നെ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ, ഇതെന്തില്ലാത്തൊരു ആനന്ദവും ഉല്ലാസവും ജയഘോഷവും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ സംഗീതമായി, നീ ഞങ്ങളുടെ കോട്ടയായി, ഞങ്ങളുടെ വീണ്ടെടുപ്പായി, ഞങ്ങളുടെ ഉപനിധിയായി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളുടെ ഉറപ്പുള്ള പാറയായി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതിനെ ഞങ്ങൾ നന്ദി പറയുന്ന സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്നില്ലാത്ത മാറ്റമില്ലാത്ത ശക്തിയും അഭിഷേകവും ഞങ്ങളുടെ മേൽ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ച ബലമേൽപ്പിക്കുന്നപ്പാ, പരിശുദ്ധാത്മാവാദിയോട് അന്ത്യം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവേ, മഹത്വം ഞങ്ങൾ തരുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ അപ്പാ. ഓ യെസ്, ആമേൻ. വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തേണമേ, തിരുകരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തേണമേ. കുശവൻ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. വഹിച്ചു എന്നെ ചേർന്ന് പാടിയാട്ടെ. തിരുഹിതം പോ നടത്തേണമേ, തിരുകരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആഴിയത്തിൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ ആഴിയത്തിൽ
വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തേണമേ തിരുകരത്താ. ചേർന്ന് പാടിയാട്ടെ. വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തേണമേ കുശവൻ കൈയെ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ കുശവൻ കൈയിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. സൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാ ദേശമത്. സൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാ ദേശമത്. തിരുകരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തേണമേ തിരുകരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തേണമേ കുശവൻ കൈയിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ കുശവൻ കൈയിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ തിരുനാമം അഖിലം നീ മാത്രം യേശുവേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ തിരുനാമം അഖിലം നീ മാത്രം യേശുവേ. പരിശുദ്ധൻ പരിശുദ്ധനേ മഹത്വം തൻ നാമത്തിന് വിശുദ്ധിയിൽ ഭയങ്കരനേ വണങ്ങുന്നു തിരുസന്നിധി. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ മഹത്വം തൻ നാമത്തിന് വിശുദ്ധിയിൽ ഭയങ്കരനേ വണങ്ങുന്നു തിരുസന്നിധി. ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു തിരുപാദപീഠേ
മാത്രം നീ മാത്രം യേശുവേ. Hallelujah. 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 എത്ര പേർക്ക് സന്തോഷമുണ്ട്? Amen. Hallelujah. നാം ആരാധിക്കുന്നത് ഒരു വലിയൊരു ദൈവത്തെയാണെന്നും നമ്മുടെ കർത്താവ് പരിശുദ്ധനാണെന്നൊക്കെ ബോധ്യമുള്ളവരുന്ന കരങ്ങളെന്ന് ഓർത്ത് കർത്താവിന് മഹത്വം കൊടുക്കുക. നമ്മുടെ കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ എല്ലാം അത് നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 25, 26 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു മനോഹരമായ ഒരു കാഴ്ച അവിടെ കാണാൻ കഴിയുന്നുണ്ട്. Praise the Lord. അബ്രഹാം തൻ്റെ മകനെ 175 വയസ്സ് വരെ ജീവിച്ചതിന് ശേഷം തൻ്റെ മകനായ ഇസ്ഹാക്കിന് സകല അനുഗ്രഹങ്ങളെയും ഹല്ലേലൂയ വാഗ്ദത്ത പ്രകാരം അവൻ വെച്ചു കൊടുത്തു. എന്നാൽ ഹല്ലേലൂയ ഇസ്ഹാക്കിൻ്റെ യാത്രയിൽ തൻ്റെ ജീവിതത്തിൽ അന്നുള്ള വെള്ളം അല്ലെങ്കിൽ ഒരു കഴിക്കാൻ വെള്ളം ആവശ്യമായിരുന്നു. എന്നാൽ ആ സമയത്ത് ഒരു 3 കിണർ അദ്ദേഹം കുത്തുന്നുണ്ട്. ഹല്ലേലൂയ. അബ്രഹാം ബാക്കി വെച്ച് പോയ കിണറുകൾ തന്നെയാണ്. എന്നാൽ ഹല്ലേലൂയ ഫെലിസ്ത്യര്, അബിമലേക്കിൻ്റെ ഫെലിസ്ത്യര് അവരാരും തന്നെ, അവർ രാജാവായിരുന്നവരെ തന്നെ ഒരിക്കലും അവനെ കൊണ്ടത് ചെയ്യിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അവിടുത്തെ ഇടയന്മാരൊക്കെ അതിനോട് തർക്കിക്കുകയും അവിടെ നിന്നെല്ലാം വിട്ടുപോരുന്നതൊക്കെ നമുക്ക് ഇസ്ഹാക്കിനെ കാണാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി 25. എന്നാൽ ദൈവം അവനെ വാഗ്ദത്ത പ്രകാരം വിളിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ദൈവം അവന് പ്രത്യക്ഷമായിട്ട് ഒരു വാക്ക് കൊടുത്തു. Praise the Lord. ഞാൻ അബ്രഹാമിൻ്റെ ദൈവമായിരുന്നത് പോലെ ഞാൻ നിന്റെയും ദൈവമായിരിക്കും. Praise the Lord. Hallelujah. അത് പ്രകാരം ഹല്ലേലൂയ അവൻ കുഴിച്ച കിണർ അത് നിറഞ്ഞു കവിയാനും അതിനെതിർക്കാനായിട്ട് ആരും തന്നെ വന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കിണറിനൊരു പേരും അവൻ കൊടുത്തു, രഹബോത്ത്. ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മുമ്പാകെ ഞാൻ പറയുകയാണ്, നിങ്ങളെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നോട്ട് വലിക്കുന്ന ചില പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറത്തില്ല. അവൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ അത്രയും ശക്തിയും അഭിഷേകത്തോടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറമുള്ള കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും. ആമേൻ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ചേർന്ന് പാടിയാട്ടെ. എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയൊന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയൊന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഭക്ഷണമായി അമ്മേടുമ്പോൾ ഭക്ഷണമായി കാകനന്റെ അടുക്കൽ വരും. അമ്മേ ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനന്റെ അരികിൽ വരും. ആത്മവും ഇറച്ചീവ കരത്തിൽ തരും. ജീവ ഉറവയിൽ തോടനിക്കു ദാഹം തീർത്തിടും. ആത്മവും ഇറച്ചീവ കരത്തിൽ തരും. ജീവ ഉറവയിൽ തോടനിക്കു ദാഹം തീർത്തിടും. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയൊന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയൊന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ.
ക്ഷാമമേറ്റു സാരാപത്തിൽ സഹിച്ചിടാനാ ലഭിക്കുവാൻ ഒരുക്കമായും നിഴലും. ക്ഷാമമേറ്റു സാരാപത്തിൽ സഹിച്ചിടാനാ മരിക്കുവാൻ ഒരുക്കമായും നിഴലും. കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ, എൻ്റെ കലശത്തിൻ്റെ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ, എൻ്റെ കലശത്തിൻ്റെ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊന്നും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്തുകാള പുരയൊന്നും നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്തുകാള പുരയൊന്നും നിറയുന്നില്ല. വായലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. വായലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ശത്രുഭീതി കേട്ടുതെല്ലും നടുങ്ങിടിലും, ചൂരച്ചെടി തണലതിൽ ഉറങ്ങിടിലും. ശത്രുഭീതി കേട്ടുതെല്ലും നടുങ്ങിടിലും, ചൂരച്ചെടി തണലതിൽ ഉറങ്ങിടിലും. വന്നുണർത്തി തരും ദൂതർ കനലടകൾ തിന്നു ചിത്തനാക്കി നടത്തിയിടും തീനം തീനമാ. വന്നുണർത്തി തരും ദൂതർ കനലടകൾ തിന്നു ചിത്തനാക്കി നടത്തിയിടും തീനം തീനമാ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ശാപമേറ്റു സാരാപത്തിൽ സഹിച്ചിടാനായി മരിക്കുവാൻ ഒരുക്കമായിരുന്നിടിലും. ശാപമേറ്റു സാരാപത്തിൽ മരിച്ചിടാനായി മരിക്കുവാൻ ഒരുക്കമായിരുന്നിടിലും. കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ, എൻ്റെ കലശത്തിൻ്റെ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ, എൻ്റെ കലശത്തിൻ്റെ എണ്ണ കവിഞ്ഞൊഴുകിടുന്നേ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ.
പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറിയിടും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറിയിടും. നഷ്ടങ്ങളിലും അമ്മേൻ പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. അപ്പോഴേ നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ കുറ്റം വീതിച്ച് നിന്നെ പറഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. വിറുവിറുപ്പില്ലാതെ മുമ്പോട്ട് പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വീതിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. വിറുവിറുപ്പില്ലാതെ മുമ്പോട്ട് പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ. നഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം. നിന്നെ കുറ്റം വീതിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. വിറുവിറുപ്പില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വീതിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. വിറുവിറുപ്പില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറിയിടും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറിയിടും. നഷ്ടങ്ങളിലും അമ്മേ പതറിയിടല്ലേ, കണ്ണുനീരിലും Hallelujah.
Hallelujah. Praise you, Hallelujah. Jesus. നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുന്നവർ, Hallelujah. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന മഹാദൈവം. Amen, amen. Praise the Lord. Hallelujah. ദുഃഖിച്ചിരിക്കാതെ തളർന്നിരിക്കാതെ എന്നെ വിളിച്ചവൻ അവൻ എനിക്ക് വേണ്ടി നൽകുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Hallelujah. 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 Praise the Lord. Praise the Lord. മണ്ണീർ തോടിനായി കാംക്ഷിക്കുമ്പോ ആത്മാവിനാൽ നിറയ്ക്കണമേ. മണ്ണീർ തോടിനായി കാംക്ഷിക്കുമ്പോ ആത്മാവിനാൽ നിറയ്ക്കണമേ. കുശവൻ കൈയിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റണമേ. ആ കുശവൻ കൈയിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിലെന്നോട് ഇടപെടണേ. ആത്മാവിലെന്നോട് ഇടപെടണേ. ആഴത്തിലെന്നോട് ഇടപെടണേ. ആത്മാവിലെന്നോട് ഇടപെടണേ. പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. ആ കുശവൻ കൈയിലേകുന്നിതാ ഒരു മാനപാത്രമാക്കിടണേ. ആ കുശവൻ കൈയിലേകുന്നിതാ ഒരു മാനപാത്രമാക്കിടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിലെന്നോട് ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. Hallelujah. കർത്താവിനോടൊരു ദാഹമുണ്ടോ? ഇപ്പോ സ്നേഹിച്ചതിനേക്കാളും അധികമായിട്ട് എൻ്റെ കർത്താവിനോടൊന്ന് ചേർന്നിരിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയും, 37-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഉത്സവത്തിന്റെ മഹാദനത്തിന്റെ ഒടുക്ക നാളിൽ ഹല്ലേലൂയ കർത്താവ് വിളിച്ചു പറയുക, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു അവിടെ കർത്താവ് അരുളി ചെയ്തത്. എത്ര പേർക്ക് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാപിച്ച അഭിഷേകം, ഈ ദിവസങ്ങളിലൊക്കെ പ്രാപിച്ച ആത്മാവിന്റെ നിറവ് ഇതുപോരാ കർത്താവേ. എൻ്റെ നാളുകളിൽ ഞാൻ നിന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം തരണമെങ്കിൽ എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളെ നോക്കിയിട്ടല്ല, എൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ പിന്നോട്ട് നോക്കിയിട്ടല്ല, എന്നെ വിളിച്ചിരിക്കുന്ന വിശുദ്ധന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനൊത്തവണ്ണം നിത്യതയിൽ പ്രവേശിക്കണം. അതിനെത്രത്തോളം നിന്റെ ആത്മാവിന് എനിക്ക് അധികമായിട്ട് വേണോ അതെല്ലാം ദൈവത്തോടൊന്ന് ചോദിച്ചാട്ടെ. അവൻ തരുവാൻ ശക്തനാണ്. ദാഹിക്കുന്നവരെല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം എഴുതിയൊരു വാഗ്ദത്തമാണത്. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
Hallelujah. Praise the Lord. കർത്താവിനെ അധികമായിട്ടൊന്ന് ദാഹത്തോടെ സ്നേഹിക്കുവാൻ ഇപ്പോൾ ലഭിച്ചത് മാത്രമല്ല കർത്താവേ, ഇനിയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അധികമായി വേണം. എൻ്റെ തലമുറകളുടെ മുമ്പാകെ ഹല്ലേലൂയ വരും കാലങ്ങളിൽ എൻ്റെ കർത്താവ് വരുവാൻ വൈകുകയാണെങ്കിൽ ആ സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽപ്പാനുള്ള ദൈവകൃപ എനിക്ക് അധികമായി തരണം. എത്ര പേരത് ചോദിക്കും? ഒന്ന് ചോദിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നെ കേട് ചെയ്യുന്നത് എൻ്റെ മാനുഷികമായിട്ടുള്ള ബുദ്ധിക്ക് അപ്പുറമായിട്ടുള്ള പരിശുദ്ധാത്മാവിലാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും തമ്മിൽ കരങ്ങളൊന്ന് കൊടുത്തിട്ടൊന്ന് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, നീ ദൈവം വിളിച്ച പൈതലാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 25-ാമത്തെ വാക്യം 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇസ്ഹാക്കിനോട് വന്ന് പറയുകയാണ്, അബീമേലെക്ക് വന്നിട്ട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, സ്പഷ്ടമായും ഞങ്ങൾ അറിയുന്നു നിന്നോട് കൂടെ സാക്ഷാൽ ദൈവമുണ്ട് എന്ന്. എത്ര പേർക്ക് വിശ്വാസത്തോട് പറയാൻ പറ്റും? എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട്. എന്നെ നടത്തുന്നത് എൻ്റെ കർത്താവാണ്. എന്നെ നടത്തുന്നത് ലോക ഇമ്പങ്ങളല്ല, എന്നെ നടത്തുന്നത് കർത്താവാണ്. എത്ര പേർക്ക് വിശ്വാസത്തോട് പറയാൻ പറ്റും? ഹല്ലേലൂയ, സ്പഷ്ടമായിട്ട് പറയുവാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയം അത്രയും ഞങ്ങളോട് കൂടെയിരുന്നു. വേണ്ടുമെന്ന് പ്രാർത്ഥിക്കുവാൻ പോലും ഞങ്ങൾക്കറിയത്തില്ല, വേണ്ടുമെന്ന് ഞങ്ങൾക്ക് ആരാധിക്കുവാൻ പോലും അറിയത്തില്ല. റോമർ 12:1-2 വാക്യങ്ങൾ പറയുന്നു, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി ഞങ്ങൾ ഇന്ന് സമർപ്പിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത എല്ലാ പ്രവർത്തികൾക്കുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് ഈ പ്രഭാതത്തിലും സകല നന്മകളെയും ഓർത്താണ് ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ഉയർത്തിയത്. ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ വസ്ത്രങ്ങൾ, ഞങ്ങളുടെ പാർപ്പിടങ്ങൾ, ഞങ്ങളുടെ വാഹനങ്ങൾ, ഞങ്ങൾക്ക് നടക്കുവാൻ തന്നിരിക്കുന്ന എല്ലാ മേഖലകളെയും അങ്ങ് അനുഗ്രഹിച്ചത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. സ്തോത്രം. ഒരു യോഗ്യതയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല, എന്നാൽ ഞങ്ങൾ തികഞ്ഞ യോഗ്യരാക്കി തീർത്തല്ലോ അപ്പാ. എങ്കിലും ഞങ്ങളുടെ പ്രത്യാശകൾ അവസാനിക്കുന്നില്ല പിതാവേ. സ്വർഗത്തിൽ ഞങ്ങൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ആ വലിയ ഭവനത്തിലേക്കാണ് കർത്താവേ ഞങ്ങളുടെ യാത്ര. അതിൻ്റെ തടസ്സമാകുന്നതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ദൈവം അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കും. മുഴുവൻ മഹത്വം ഞങ്ങൾ അങ്ങ് തരികയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവിടെ നിന്ന് ബലപ്പെടുത്തിയതിനായി, ശക്തീകരിച്ചതിനായി, ആത്മാവിൽ നിറച്ചതിനായി എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു അപ്പാ. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ അപ്പാ. ഹല്ലേലൂയ. കർത്താവിൻ്റെ മേശയുടെ മുമ്പാകെ നമുക്ക് പ്രാർത്ഥനയോടെയായിരിക്കാം. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന് 34 മുതൽ 39 വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് കിടക്കാം. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനം അല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ
തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവമ്മയോടും ഭേദിപ്പാനത്രേ ഞാൻ വന്നത്. മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ഹല്ലേലൂയ. കർത്താവിൻ്റെ 10:37 വാക്യയിലോട്ട് വരുമ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നത് എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവനും എനിക്ക് യോഗ്യൻ അല്ല. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിനേക്കാൾ, തൻ്റെ വചനത്തെക്കാൾ നമ്മളെ ക്രിസ്തുവിനെ പോലെയാക്കി സ്വർഗത്തിൽ നിർത്തുന്ന ഈ അപ്പോസ്തലിക ഉപദേശത്തെക്കാൾ നമ്മൾ എന്തിനെയോ ഏതിനെയോ ആണ് സ്നേഹിക്കുന്നതെങ്കിൽ, അത് സ്വന്തം അപ്പനോ അമ്മയോ മക്കളോ വീട്ടുകാരോ നാട്ടുകാരോ ദേശക്കാരോ ആണെങ്കിൽ പോലും അവൻ എനിക്ക് യോഗ്യൻ അല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നാം സ്ഥാനം നമ്മുടെ കർത്താവ് പറയുന്നത്, നിന്റെ ഒന്നാം സ്ഥാനം ആരാണ്? നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? ദൈവത്തിൻ്റെ വചനമാണോ? വിശുദ്ധ വിശ്വാസമാണോ? അപ്പോസ്തലിക ഉപദേശങ്ങളാണോ? അല്ലെങ്കിൽ ഈ ലോകത്തിലെ പ്രിയപ്പെട്ടവരാണോ? ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ മേശയുടെ മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുമ്പോൾ, ഓരോ ദിവസവും നമ്മൾ ശോധന ചെയ്യേണ്ട കാര്യം, യേശുവിനേക്കാൾ കൂടുതൽ, അവൻ്റെ വചനത്തെക്കാൾ കൂടുതൽ, അപ്പോസ്തലിക ഉപദേശത്തെക്കാൾ കൂടുതൽ ഞാൻ എന്തിനെങ്കിലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? ഹല്ലേലൂയ. അവിടെ പറയുന്നു, തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. നമ്മൾ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ, അവൻ്റെ വചനത്തിനും ഉപദേശങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ, ചില ക്രൂശുകൾ നമ്മുടെ ജീവിതത്തിൽ ഇട്ടിറങ്ങി വരും. ഹല്ലേലൂയ. ചില നിന്ദകൾ, ചില പരിഹാസങ്ങൾ, ചില കഷ്ടതകൾ, ചില കുറ്റപ്പെടുത്തലുകൾ, ചില വേദനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ ക്രൂശെടുത്ത് യേശുവിൻ്റെ കൂടെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. നമ്മൾ പാടി, എന്നെ തകർക്കുവാനോ എന്നെ നഷ്ടപ്പെടുത്തുവാനോ അല്ല ഈ വേദന. പിന്നെയോ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ, അവന് വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ, ചില വേദനകൾ, ചില കഷ്ടതകൾ, ചില കുറ്റപ്പെട്ട് വരുമ്പോൾ അത് നമ്മളെ തകർക്കുവാനല്ല, പിന്നെയോ നിന്നെ മുത്താക്കി മാറ്റി യേശുവിൻ്റെ മുമ്പാകെ നിർത്തുന്നതിന് വേണ്ടിയാണ് ചില കഷ്ടതകൾ. ആ കഷ്ടതകളെടുത്ത്, ആ ക്രൂശെടുത്ത് യേശുവിൻ്റെ ഇടുക്കുവാതിലൂടെ പ്രവേശിച്ചില്ലെങ്കിൽ നമ്മൾ അവന് യോഗ്യനല്ല. ഏതായിരുന്നാലും അവന് വേണ്ട. വീണ്ടും കർത്താവ് പറയുക, തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. തൻ്റെ സ്വജീവൻ, തൻ്റെ ഇഷ്ടങ്ങൾ, തൻ്റെ ആഗ്രഹങ്ങൾ, തൻ്റെ മോഹങ്ങൾ, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ചില പ്രവൃത്തികൾ, ചില സ്വഭാവങ്ങൾ, അത് നമ്മൾ പിടിച്ചു വെക്കുന്നവരാണെങ്കിൽ, അതിനെ നമ്മൾ അന്വേഷിച്ച് അതിനെ സ്വീകരിച്ച് പിടിച്ചു വെക്കുന്നതാണെങ്കിൽ നമ്മുടെ ജീവൻ നിത്യനരകത്തിലേക്ക് മാറും. എന്നാൽ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ മോഹങ്ങൾ, നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ, മനുഷ്യരെ പ്രസാദിക്കുന്ന ചില വേഷങ്ങളെല്ലാം യേശുവിന് വേണ്ടി ത്യജിക്കുന്നവരാണെങ്കിൽ, അവൻ്റെ ഇഷ്ടത്തെ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നിന്റെ ജീവനെ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ നേടും. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പാട്ടിപ്പോൾ സഹോദരൻ എബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞു. ഈ സഹോദരൻ പറയുക, ഞാൻ എബ്രാഹാമിൻ്റെ ദൈവമായിരുന്ന പോലെ നിന്റെയും ദൈവമായിരിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ട്?
എബ്രാഹിമിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ ഏകജാതന മകനെ, നീ സ്നേഹിക്കുന്ന മകനെ തന്നെ എൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് യാഗം കഴിക്കണം. ഒട്ടും മടിച്ചില്ല. താൻ സ്നേഹിക്കുന്ന മകനെ, താൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഏകമകനെ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി അവൻ ദൈവത്തിന് വേണ്ടി യാഗമായി കൊടുത്തു. ഹല്ലേലൂയ. യാഗം കൊടുക്കുവാൻ അവൻ തീരുമാനിച്ചു. അവിടെ കൊണ്ടുപോയി കൊടുത്തു. അവിടെ പറയുക, ഞാൻ എബ്രാഹിമിൻ്റെ ദൈവമായിരുന്ന പോലെ നിന്റെ ദൈവമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മോഹങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ചില മനുഷ്യ പ്രസാദിത പ്രവർത്തികളെ ത്യജിച്ച് അവൻ്റെ അപ്പോസ്തലിക ഉപദേശത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് നിന്റെ ദൈവം എന്ന് പറയുവാൻ നമ്മുടെ ദൈവം അഭിമാനിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവിൻ്റെ ആ വചനത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ, അപ്പോസ്തലിക ഉപദേശങ്ങളിലേക്ക് മടങ്ങി വന്ന് സ്വന്തം ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ ത്യജിച്ച് യേശുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് വേണ്ടി നമ്മുടെ ജീവൻ നമ്മൾ നേടി ആ നിത്യയിൽ നമുക്ക് ഒരുമിച്ച് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് കണ്ണുകളെ അടയ്ക്കുക. ഒരു നിമിഷം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്ത് നമ്മൾ ആരുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? ഇന്ന് വരെ, ഈ സമയം വരെ നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടത്തിനാണോ, അവൻ്റെ വചനത്തിനാണോ, അപ്പോസ്തലിക ഉപദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്തത്? അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം, നമ്മുടെ താല്പര്യം, നമ്മുടെ നന്മകൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും യേശുവിനെ നമ്മൾ താഴ്ത്തിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ഉപദേശത്തെ നമ്മൾ മുറുകെ പിടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. നമുക്കത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, കർത്താവേ, ഞാൻ നിനക്കൊന്നാം സ്ഥാനം കൊടുക്കും, നിന്റെ വചനത്തിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കും, എന്നെ പഠിപ്പിച്ച അപ്പോസ്തല ഉപദേശങ്ങൾ ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുമെന്ന് പറയുവാൻ ആർക്ക് തയ്യാറാകും? ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം മൗനമായിരുന്നു. എവിടെ ഒരു നിമിഷം നമ്മൾ എല്ലാവരും ഒരുങ്ങി വന്നവരാണെങ്കിലും ഒരു നിമിഷം ഈ വചനത്തെ പ്രതി ഒന്ന് ശോധന ചെയ്ത് മടങ്ങി വരാം. നമുക്കൊരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ നല്ല പിതാവേ, ഇന്നൊരു ദിവസം കൂടി കർത്താവേ, അങ്ങയുടെ മരിച്ചടക്ക പുനരുത്ഥാനം ഓർക്കുവാൻ കർത്താവിൻ്റെ മേശക്കും വായിരിപ്പാൻ തന്ന കൃപയ്ക്ക് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, പല വഴികളിലും പല കാര്യങ്ങളിലും അങ്ങേക്കാൾ കുറച്ച് കൂടുതലായി ഞങ്ങളുടെ ഇഷ്ടങ്ങൾ വന്നു പോയിട്ടുണ്ട്. അടിയങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഉപദേശങ്ങൾ ചിലതിൽ വീഴ്ച വന്നു പോയിട്ടുണ്ട്, വചനത്തിൽ വീഴ്ച വന്നു പോയിട്ടുണ്ട്. അടിയങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി ശുദ്ധീകരിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ ഇനി മുതൽ കർത്താവേ, യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ, വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ, ഉപദേശങ്ങളെ മുറുകെ പിടിക്കാതിരിക്കുവാൻ, ആ വിശുദ്ധ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. ഞങ്ങളെ ഒരു മാനപാത്രങ്ങളാക്കി തീർക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുശവന്റെ കയ്യിൽ ഞങ്ങൾ പാടിയതുപോലെ കുശവന്റെ കയ്യിലേക്ക് കർത്താവേ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആഴത്തിൽ ഞങ്ങളോടൊന്ന് ഇടപെടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ഞങ്ങളോട് ഇടപെടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് വിശുദ്ധ ജീവൻ നയിപ്പാൻ പ്രാപ്തനാക്കി അങ്ങനെ കർത്താവിന് നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരം ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും
പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നതിനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധി അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. നമുക്ക് കർത്താവിന്റെ മേശയിലെടുക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെയായിരിക്കട്ടെ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സുള്ള എല്ലാവർക്കും ഈ അപ്പവീഞ്ഞിൽ നിന്നും പാനം ചെയ്യാവുന്നതാണ്. ആരെങ്കിലും ഈ വലിയ വിശ്വാസത്തിലേക്ക് രക്ഷയിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ അവർ സ്വസ്ഥാനത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കണം അപേക്ഷിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷമായി കടന്നു നമ്മളെ സഹായിക്കും. കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുന്നു. ഞങ്ങളോട് സംസാരിക്കണം. വചനത്തിൽ നിന്ന് ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ പ്രത്യാശയ്ക്കെല്ലാം അത് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുകയാണ്. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. പിതാവേ, യോഗ്യനായവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവിനെ ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഉയർന്നു നിൽക്കുവാനും കർത്താവിൻ്റെ ആ സാന്നിധ്യം ഞങ്ങളിൽ എപ്പോഴും നിലനിൽക്കുവാനും പരിശുദ്ധാത്മാവിനെ ദൈവം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. തിരുസന്നിധിയിൽ വീണ്ടും കർത്താവ് വന്നിരിക്കുന്ന ഓരോ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കാൻ പോവാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് എടുക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമ്മൾ ആദ്യം വായിക്കാൻ പോവാം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ആമേൻ. നമ്മളിത് 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ കർത്താവ് അവരേദൻ തോട്ടത്തിലായിരുന്നപ്പോൾ കർത്താവ് അവരെ സന്ദർശിക്കുവാനായി തോട്ടത്തിൽ ഇറങ്ങി വന്നു. അപ്പോൾ അവിടെ 8-ാം വാക്യം പറയുന്നത് എങ്ങനെയാണ്? വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. അപ്പോൾ ദൈവം അവിടെ ഇറങ്ങി വന്നത് ഇവരെ കാണുവാൻ വേണ്ടി തന്നെയായിരുന്നു. ഇവർ വിളിച്ചിട്ട് വന്നതല്ല. ആമേൻ. ദൈവം നമുക്കൊരു തോട്ടം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതമാകുന്ന തോട്ടം. ഈ ജീവിതമാകുന്ന തോട്ടം സൂക്ഷിപ്പാനും അതിനെ വളർത്തുവാനും അതിനെ കാപ്പാനും എനിക്കും നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ആമേൻ. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതം നമ്മൾ കാണാതെ നമുക്ക് സ്വകാര്യമായിട്ട് ഒരു തോട്ടമുണ്ട്, നമുക്ക് പബ്ലിക്. ഞാൻ അതിലേക്ക് കടന്നു വരാം. എന്നാൽ ദൈവം എന്തിനാണ് ഈ വേല വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൻ്റെ ആദ്യം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവിടെ ഭാര്യയോട് ചേർക്കണേക്കാൾ മുമ്പ് തന്നെ അവിടെ ദൗത്യം ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷമാണ് പറയുന്നത്, നിനക്കിനി ഈ വേല ചെയ്യാൻ വേണ്ടിയും നിന്റെ മുന്നോട്ടുള്ള കാര്യത്തിന് വേണ്ടി നിനക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നന്നല്ല,
തക്ക തുണയെ തരൂ എന്നുള്ള അതിൽ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. ആമേൻ. അവിടെ ജോലി ഇല്ലെങ്കിൽ വേല എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വേലയാണ് നമുക്കൊരു ജീവിതത്തിലൊരു പ്രത്യാശ നൽകുന്നതും ഉദ്ദേശ ലക്ഷ്യം നൽകുന്നതും ജീവിതം ഒരു ദിശ നൽകുന്നതും. ജോലിയില്ലെങ്കിൽ നമ്മൾ മടി പിടിച്ച് ഒന്നുമില്ലാതെ വെറും ഇല്ലാതെയായി പോകും നമ്മൾ. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നമ്മുടെയൊക്കെ ചിന്ത അനുസരിച്ച് ആദ്യമായിട്ടുള്ള നമ്മുടെ പൂർവികനായിട്ടുള്ള ആദാം ഇങ്ങനെ ഊഞ്ഞാക്കെട്ടിലെ കിടന്നിട്ടല്ല ജീവിച്ചത്. അതൊരു മിഥ്യാധാരണയാണ്. അവനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലെ ഒരു ലക്ഷ്യം കൊടുത്തിട്ട് അവിടെ ചില പ്രത്യേക ദൗത്യം അവൻ്റെ മേൽ വച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മളൊക്കെ ഈ ജോലി, പ്രത്യേകിച്ച് സർക്കാർ ജോലി എടുക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതം ഉറപ്പായി, ഇനി എന്താണ് സർക്കാർ ജോലി കിട്ടിയതുകൊണ്ട് പെൻഷൻ കിട്ടും, റിട്ടയർമെൻറ്റിൻ്റെ കാര്യമാണ് ആദ്യം ചിന്തിക്കുന്നത്. ഞാനിത് പറയാൻ കാര്യം, ഞാൻ തിരുവനന്തപുരത്തായിരുന്നേ. തിരുവനന്തപുരത്തെ ഒരു ഭൂരിഭാഗം ആൾക്കാരും സർക്കാർ ജോലിക്ക് വേണ്ടി തുനിയുന്നവരാ. എൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു ജോലി. എന്തു ജോലിയാണെന്ന്? ഒരു ജോലി കിട്ടിയാൽ മതി. ആ ജോലിയിൽ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഒരു ജോലി മതി. അപ്പോൾ ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത തന്നെ ചിന്തിക്കണമെന്ന് അറിയോ? പെൻഷൻ കിട്ടും, സുഖമായിട്ട് റിട്ടയർ ചെയ്യാം. മിക്കവാറും ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ 55 വയസ്സാകുമ്പോൾ അന്ന് റിട്ടയർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു ആൾക്കാർ, ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ 55 വയസ്സാകുമ്പോൾ തന്നെ മിക്കവാറും ഒരു കാല് കുഴിയില്ല. അടുത്ത ആളുടെ പറ 55 വയസ്സിൽ റിട്ടയർമെന്റ് ഇല്ലെന്ന് പറ. നമുക്ക് റിട്ടയർമെന്റ് ഇല്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നത്, വെളിപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം പറയുന്നത്, നീ ഇവിടുന്ന് മരിച്ചു കഴിയുമ്പോഴാണ് നിനക്ക് വിശ്രമമുള്ളത്. ഹല്ലേലൂയ. മരിച്ചു കഴിയുന്നവരെ നമുക്ക് എന്തില്ല? കണ്ണടയ്ക്കുന്നവരെ നമുക്ക് പണിയാ. അപ്പം ഇന്ന് നമ്മൾ റിട്ടയർമെന്റിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, നമുക്ക് ആ വേല പൂർത്തിയാക്കുവാനുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരുടെ ജീവിതം നമ്മൾ നോക്കുമ്പോഴേ യേശു പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി. എന്താ? എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ എന്ത് ചെയ്ത്? കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുന്നതാണ് എൻ്റെയും നിങ്ങളുടെയും വേല എന്ന് പറയുന്നത്. എൻ്റെ പ്രത്യേകത വേറെ ഒന്നുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് വേല ഏൽപ്പിച്ചില്ല എങ്കിൽ മനുഷ്യൻ വെറും ചണ്ടിയായി പോവും. മനുഷ്യന് ഒരു ഉദ്ദേശ ലക്ഷ്യമില്ലാതെയായി പോവും. മനുഷ്യന് മുന്നോട്ട് പോകാൻ ഒരു കാരണവുമില്ലാതെയായി പോവും. എന്നാൽ ജോലി നമ്മളില്ലെങ്കിൽ വേല ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു ഉദ്ദേശ ലക്ഷ്യം വരുന്നതും ഒരു സെൻസ് ഓഫ് പർപ്പസ്, എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എന്തൊക്കെ സാധിച്ചു, എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റി എന്നുള്ള ആ കാഴ്ചപ്പാട് മനുഷ്യന് ലഭിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതേ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ, ഹല്ലേലൂയ, ദൈവം വെറുതെ ഇരിക്കുകയാണോ? അല്ല. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം നമുക്കറിയാം. നമ്മുടെ ഓരോ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നുണ്ടെങ്കിൽ ഈ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ മാത്രമല്ല, ഈ അഖിലാണ്ടത്തിൽ അവൻ്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ, അവിടെ അവൻ്റെ ഭരണം നടക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, എൻ്റെ നിങ്ങളുടെ മേൽ ദൈവം ഇതിൻ്റെ കൂടെ, അവൻ്റെ കൂടെ നിൽക്കുവാനാണെങ്കിൽ അവൻ നമ്മളെ ചില ഉദ്ദേശങ്ങളിലേക്ക് നയിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അവന്റെ ഉദ്ദേശ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ് വേല ചെയ്യുവാൻ. അടുത്ത ആൾ പറ, വേല നിന്റെ മുകളിൽ ഒരു നിയോഗമാണ്. യു ഹാവ് ഒരു അസൈൻമെന്റ് ഓൺ യു. അതുകൊണ്ടല്ലേ 1-2 തെസ്സലോനിക്കർ അതിൻ്റെ 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പറയുന്നത്, ജോലി ചെയ്യാത്തവന് തിന്നാനുള്ള അർഹതയില്ല. ഇഫ് യു ഡോണ്ട് വർക്ക്, you are not deserving to eat anything. എന്ന് പറഞ്ഞാൽ നിനക്ക് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യതയില്ല. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്
കർത്താവിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് വന്ന് അവനെ പോലെ ഞാനും നിങ്ങളുമായി തീരുക എന്നതാണ്. അപ്പൊ നമുക്ക് വേല ചെയ്യുമ്പോൾ എന്താണ്? വേല ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ദൈവത്തെ പോലെ നമ്മൾ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ നമുക്ക് ദൈവത്തെ പോലെ ആകുമ്പോഴാണ് ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. ഞാൻ എന്തൊക്കെ ചെയ്തു, കർത്താവ് നമുക്ക് അതുകൊണ്ടാണ് വിവിധ രീതിയിലുള്ള കഴിവ്, നമുക്കൊരു ഷെയ്പ്പ്, നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേക താലന്തുകൾ, ഇതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ ആ ഉദ്ദേശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനാണ്. ഇത് കൂടാതെ നമുക്ക് ആത്മീയമായിട്ടുള്ള വരങ്ങൾ നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഇതേക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിന്റെ ഫലത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ഫലം വേറെ, വരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരെയും, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ പോയപ്പോൾ അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വരം എന്താണെന്ന് അവർക്ക് അറിയണം. ഞാൻ ഓരോരുത്തരും ചോദിച്ചു, നിങ്ങളുടെ വരം എന്താണെന്ന് എത്ര പേർക്ക് അറിയാം? 10% ആൾക്കാർ കൈവക്കി ഇതാണ് എൻ്റെ വരം എന്ന് പറഞ്ഞ്. 90% ആൾക്കാർക്ക് അറിയില്ല, ഉദ്ദേശലക്ഷ്യമില്ല. ഹല്ലേലൂയ. അപ്പം ഞങ്ങളവിടെ ഒരു വർക്ക്ഷോപ്പ് പോലെ നടത്തിയിട്ട് ഒരു വിധം ഞങ്ങൾ പറഞ്ഞു, ഞാനല്ല പറയേണ്ടത്, പക്ഷെ നിങ്ങൾ ഓരോരുത്തരുടെയും വരം നാളെ അറിയാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറുകൂട്ടത്തിൽ പോകുന്നതെന്നല്ല. ബി എ പാർട്ട് ഓഫ് എ സ്മോൾ ഗ്രൂപ്പ്. അവിടെ നമുക്ക് ഓരോരുത്തർക്കും ഷെയർ ചെയ്യാനുള്ള അവസരം കിട്ടും. ഇവിടെ നമുക്ക് കിട്ടും, ഇത് ഓൾ ഇന്ത്യ റേഡിയോ, ഞാൻ മാത്രം പറയുന്നു, നിങ്ങളെല്ലാം കേൾക്കുന്നു. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് ഞങ്ങളുടെ ഉദ്ദേശം കുറെ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചു, ഞാനിപ്പോൾ പറയുന്നതൊക്കെ നിങ്ങൾ മറന്നുപോകും. ചില നോട്ട്സ് എഴുതിയാൽ പിന്നെയും ചിലപ്പോൾ ഒരു 25% ചിലപ്പോൾ ഓർത്തിരിക്കുക. എന്നാൽ ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൊക്കെ മറന്നു പോകും. പക്ഷേ നിങ്ങൾ വേറൊരാളെ പഠിപ്പിക്കുകയാണെങ്കിൽ മറക്കൂല. അപ്പം നിങ്ങൾക്ക് ഈ ചെറിയ കൂട്ടത്തിൽ എന്താ ഗുണമെന്നാ? നിങ്ങൾ ചെറിയ കൂട്ടത്തിൽ പങ്കാളിയല്ലെങ്കിൽ ബി എ പാർട്ട് ഓഫ് എ സ്മോൾ ഗ്രൂപ്പ്. ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾ അവിടെ വചനം ഷെയർ ചെയ്യാൻ തുനിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഷെയർ ചെയ്ത വചനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ എത്ര വർഷം മുമ്പാണ്, ഞാൻ 1984 രക്ഷിക്കപ്പെട്ടതാ. പക്ഷെ ഞാൻ ആദ്യത്തെ വചനം ഷെയർ ചെയ്ത യോഹന്നാൻ്റെ അധ്യായത്തിൽ നിന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അതാണ് പ്രത്യേകത. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വചനമുണ്ടല്ലോ, അതെപ്പോഴും ഓർക്കും, അത് നമ്മുടെ ഉള്ളിൽ കിടക്കും. അപ്പം നമുക്ക് ഈ ദൗത്യം എന്താണെന്ന് ഞാൻ നിങ്ങളെ പതുക്കെ കൊണ്ടുവരികയാണ്. അപ്പം ആദ്യത്തെ നമുക്ക് ഒരു ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിയോഗം എന്ന് പറയുന്നത് മനുഷ്യൻ വേല ചെയ്യണം. അതൊന്നും എല്ലാവരും പറഞ്ഞ മനുഷ്യൻ വേല ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഈ വേലയോട് അനുബന്ധിച്ചാണ് നമുക്ക് ഒത്തിരി പ്രയാസങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ടയേർഡാവും, മടുപ്പ് വരും. മടുപ്പുള്ളവർ ആരെങ്കിലും ഉണ്ടോ അവിടെ? വേല ചെയ്തിട്ട് മടുത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെയൊക്കെ ഭയങ്കര ആത്മീയരാ. ഞങ്ങൾക്ക് കിടക്കാൻ മടുപ്പൊക്കെ വരും കേട്ടാ, ഉള്ള കാര്യം പറയാം. ഒരാൾ കൈപൊക്കി. പല മടുപ്പ്, നമുക്ക് എല്ലാവർക്കും മടുപ്പ് വരും, ഉള്ള കാര്യം. അതിനെ കർത്താവ് നമ്മളെ വിളിക്കുന്നത്, ഭാരം ചുമക്കുന്നവരും അധ്വാനിക്കുന്നവരും ആയുള്ളവരെ എൻ്റെ അടുക്കൽ വരിക. എന്തിനു വേണ്ടിയാണ് അറിയാമോ? നമ്മുടെ ഈ ഭാരം ചുമക്കുവാൻ ഒരുവനുണ്ട്. അടുത്തുള്ളവർ നല്ല വർത്തമാനമുണ്ട്. ഒരുവൻ നമ്മുടെ ഭാരം ചുമക്കുവാനുണ്ട്. ആ ഭാരം ചുമക്കാൻ ഉള്ളത് കൊണ്ട് എന്താണെന്നറിയാമോ? ആ ഭാരം മുഴുവൻ അവന്റെ മേലേക്ക് ഇടാം. ഹല്ലേലൂയ. ഈ കാളവണ്ടി കയറിയിട്ട് ഭാരം ചുമന്നൊരു കഥയുണ്ട്. ഒരാൾ കാളവണ്ടി കയറിയിട്ട് ഭാരം ചുമന്നുകൊണ്ടിരിക്കുക. ഇതെന്തിനാണ് ഈ കാളവണ്ടി കയറിയിട്ട് നീ ഭാരം ചുമണം? അയ്യോ, കാളയ്ക്ക് ഇനി അതും കൂടെ പൊക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ചുമക്കാൻ നോക്കുകയാണ്. വല്ല ആവശ്യമുണ്ടോ? കർത്താവിൽ നമ്മൾ ആയിത്തീർന്നത് അവന്റെ മേൽ ഇട്ടുകൊള്ളാനാണ് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ അവൻ പറഞ്ഞിരിക്കുന്ന വാക്യം കുറച്ച് തെറ്റായിപ്പോയി. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ല വാക്യം. നിങ്ങൾക്ക് ഞാൻ വിശ്രമം, സ്വസ്ഥത തരുമെന്നാണ്. എനിക്ക് ആശ്വാസമല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് സ്വസ്ഥതയാ. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഇന്ന് വലിയ വാഗ്ദാനങ്ങളാ. വേല ചെയ്യാൻ നീ മടിക്കണ്ട. വേല ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശാരീരികമായിട്ടുള്ള തളർച്ചയല്ല. വേല ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് മാനസികവും വൈകാരികമായിട്ടുള്ള തളർച്ചയാ. മടുപ്പ് എപ്പോഴും മനസ്സിലാ, അല്ലാണ്ട് ശരീരത്തിലെ മനസ്സ് ഒരിക്കലും മടുപ്പ് വരില്ല. ശരീരത്തിൽ പിന്നെ വല്ല രോഗമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ സമയത്ത് ഒരു പണിയും ചെയ്യാം, കമ്പ്യൂട്ടറിന് മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോകും. കൈ അനക്കാൻ വേണ്ടിയാ.
അപ്പൊ നമുക്ക് ഈ മനസ്സിൽ കുറച്ച് അധികം ഭാരം വന്ന് എന്ത് പറ്റുമെന്ന് അറിയാമോ? പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ IT ഫീൽഡിലല്ല പ്രശ്നങ്ങൾ. IT ഫീൽഡിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. ഇന്ന് സെയിൽസ് ഫീൽഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സമ്മർദ്ദമാണ്. അവർക്ക് ടാർഗറ്റ് ഉണ്ട്. എനിക്ക് ഒത്തിരി പേരറിയാം, അവർ വായിന്ന് എപ്പോഴും പച്ചത്തെറിയൊക്കെ വന്നത്. ഞാൻ ഇതെന്താ ഇങ്ങനെ പറയണത്? അല്ല, അത് അവിടെ നിന്ന് കിട്ടണം, ഞങ്ങളും കൂടെ പറയണം. അവിടെ നിന്ന് കിട്ടി ഞങ്ങൾ ഇങ്ങോട്ട് പറയണം. അപ്പോൾ ഞങ്ങളൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം. ഞാനൊരു കൺസൾട്ടൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ കൺസൾട്ടൻ്റ് ആയപ്പോൾ ഞാനൊരു പ്രത്യേകമായിട്ടൊരു ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ലീഡർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ കൺസൾട്ടൻ്റാണ്, വലിയ കമ്പനിയാണ്, അതിൻ്റെ കൺസൾട്ടൻ്റാ. ഞാൻ മോനെ എന്തൊക്കെയുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയും, എന്ത് പറ്റി? എനിക്ക് ടാർഗറ്റ് ഉണ്ട്. അവൻ ടാർഗറ്റ് ഉണ്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ. ഞാൻ പറയാം, മോനെ എനിക്ക് നീ തന്നല്ലേ ഉള്ളൂ, എനിക്ക് അവന് തരണേക്കാൾ മുമ്പ് നമ്മളിട്ട് ഫയർ ചെയ്യാണ്. ഞാൻ പറയാം, എടാ മോനെ, എൻ്റെ അടുത്ത് വേണ്ടതെന്നും, ഞങ്ങൾ നിന്റെ കൺസൾട്ടൻ്റാ, ഞങ്ങൾ നിന്റെ അടിയിലുള്ള ആൾക്കാരൊന്നും അല്ല. അവൻ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് സാധനം വേണേ നാളെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അവൻ്റെ ഉള്ളിലെ ടെൻഷൻ മുഴുവൻ എൻ്റെ മേലേക്ക് തുപ്പ് കിട്ട്. ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല, എന്താണ് നോക്കിയപ്പോൾ അവൻ്റെ ഈ അവൻ്റെ കീഴിൽ ജോലി ചെയ്യണവരെ അവൻ പൊരിക്കിയിട്ട്. നമുക്കപ്പോൾ വലിയ കുഴപ്പം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്ര സമാധാനം, എനിക്ക് കുറച്ചുകൂടെ സമാധാനമുണ്ട്. അവിടെ ഇട്ട് പൊരിക്കുക. കാരണം എന്താണ്, അവൻ്റെ ഉള്ളിലെ ടെൻഷൻ മുഴുവൻ അവരുടെ മേത്തേക്ക് ഇടുക. പക്ഷെ നമുക്കൊരു ഗുണമുണ്ട്, നമുക്കൊരുവൻ നമ്മുടെ ഭാരം ചുമക്കുവാനുണ്ട്. ഇന്ന് ആരെങ്കിലും വരാൻ മടുപ്പ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്ത് കണ്ണടച്ചേ, കർത്താവ് എൻ്റെ ഭാരം മുഴുവനും ഞാൻ കർത്താവിലേക്ക് ഇടുന്നു എന്ന് പറഞ്ഞാൽ മതി. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഭാരം മുഴുവനും എൻ്റെ കർത്താവിലേക്ക് ഇടുന്നു. അപ്പൊ കർത്താവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഭാരങ്ങൾ ഏൽക്കുവാൻ മാത്രമല്ല, നമ്മുടെ വേല അവൻ ഏറ്റെടുത്തിരിക്കുക. സങ്കീർത്തനം 127 അധ്യായത്തില് അവിടെ ചില വാക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ വാക്കുകൾ പറയുന്നത് എങ്ങനെ? യഹോവ ഭവനം പണിതില്ല എങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. കാവൽക്കാരൻ പട്ടണം കാത്തില്ല എങ്കിൽ എന്താണ് കാവൽ ചെയ്യുന്നത്? എന്ത് ചെയ്യണു? വൃഥാ ജാഗരിക്കുന്നു. അപ്പൊ നമ്മൾ അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളും ഈ പണിയുന്നതിനെ കുറിച്ചും സംരക്ഷിക്കുന്നതിനെ കുറിച്ചാ. ഇതെല്ലാം കർത്താവ് നമ്മളെ ഏൽപ്പിച്ച കാര്യം തന്നെയാ. കർത്താവ് തോട്ടത്തിലാക്കിയത് അവിടെ ഒരു ചെറിയ പണിയുണ്ട്, കാക്കയും വേണം. സംരക്ഷണവും ആ തോട്ടത്തെ വളർത്തി അതിനെ ഫലപുഷ്ടിയാക്കി തീർക്കുവാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. 2, അതിനെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും എൻ്റെ മേൽ വച്ചിരിക്കുക. ഇത് എൻ്റെ മേലെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമുക്ക് എല്ലാവർക്കും ഒരു തോട്ടമുണ്ട്. ഈ തോട്ടത്തെ നമ്മൾ സൂക്ഷിപ്പാൻ മാത്രമല്ല, അതിനെ വളർത്തി അതിനെ ഫലപുഷ്ടിയുള്ള ഒരു തോട്ടമാക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചു. അതാണ് നമുക്ക് ഈ കർത്താവിൻ്റെ ഈ ഉപമകളെല്ലാം ശ്രദ്ധിച്ചോ. അതിലൊന്നില്ലെങ്കിൽ തോട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ഫലം ഉണ്ടാവും. ശ്രദ്ധിച്ചോ, അതിനെ ഒന്നില്ലെങ്കിൽ സൂക്ഷിക്കാനുള്ള കാര്യം പറയും, അല്ലെങ്കിൽ പറയും എന്താണ്, അതിനെ വളർത്തി ഫലമാക്കുവാൻ അവിടെ കർത്താവിൻ്റെ നിർദ്ദേശം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ കർത്താവിൻ്റെ മിക്ക ഉപമയും ഈ വിതക്കാരൻ വിത്ത് വിതച്ചു. അപ്പോൾ എന്തു പറ്റി? ചിലതെല്ലാം റോഡരികിൽ വീണു. അതെന്തു പറ്റി? കാക്കകൾ അല്ലെങ്കിൽ പറവകൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി. വേറെ കുറച്ച് വിത്ത് എവിടെ വന്ന് വീണു? പാറപ്പുറത്ത്, അല്ലെങ്കിൽ അധികം മണ്ണില്ലാത്ത പാറപ്പുറത്ത് വീണ്. അത് സൂര്യൻ നല്ലോണം ജ്വലിച്ചപ്പോൾ അതെല്ലാം വാടിപ്പോയി. കാര്യം വേരിന് ആഴമില്ല. 3 മുൾപ്പടപ്പിൽ വീണു. ജീവിതത്തിന്റെ പ്രശ്നങ്ങളും ജീവിതത്തിന്റെ പ്രതികൂലങ്ങളും ഭാരങ്ങളും കർത്താവിനെ ഏൽപ്പിക്കാത്തതുകൊണ്ട് പറ്റിയതാ. അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കർത്താവിനെ ഏൽപ്പിക്കാൻ. അവന് എല്ലാ ഭാരവും അവൻ ചുമന്നു. ഞെരുക്കവും കിരിക്കവും എല്ലാം വന്ന അവസാനം എന്ത് പറ്റി? ഈ ചെടി ഒന്നും അങ്ങോട്ട് പിടിച്ചില്ല. 4 നല്ല നിലത്ത് വീണു. അവന്റെ ഭാരം എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചവനാ. കർത്താവ് അത് 100 മേനി 60 മേനി 30 മേനി ഫലം കൊയ്യുന്ന രീതിയിൽ അവിടെ പ്രവർത്തിച്ചു. അപ്പൊ കർത്താവിന്റെ പ്രവൃത്തിയല്ലേ, എൻ്റെ പ്രവൃത്തിയല്ല. നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തി കർത്താവിന് വേണ്ട. അടുത്ത ആള് പറ, ജഡത്തിന്റെ പ്രവൃത്തി കർത്താവിന് വേണ്ട. 1 കൊറിന്ത്യർ അതിന്റെ
3-ാം അധ്യായത്തിലുള്ള 3 കാര്യങ്ങൾ കർത്താവ് പറയുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 9-ാം വാക്യം പറയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ തോട്ടം. 3, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ ആലയമാണ്. ഗൃഹനിർമ്മാണം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, ശരിക്കുള്ള വാക്യം യു ആർ ഗോഡ്സ് ടെമ്പിൾ. നിങ്ങളുടെ കൃഷി എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ തോട്ടമാണ്. നിങ്ങളെ മനോഹരമായി, നിങ്ങളുടെ ജീവിതം കർത്താവിനൊരു തോട്ടമായിരിക്കണം. എനിക്ക് തോട്ടം, ഞങ്ങളുടെ വീട്ടിൽ 2 തോട്ടമുണ്ട്. ഒന്ന് പബ്ലിക് തോട്ടം, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് 2 തോട്ടം ഉള്ളത്. ഒന്ന് പബ്ലിക് തോട്ടമാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം കാണുന്ന മനോഹരമായിട്ടുള്ള, എൻ്റെ ഭാര്യയാണെങ്കിൽ തോട്ടത്തെ എക്സ്പേർട്ടാ. ഞങ്ങളുടെ വീട്ടിൽ തോട്ടം വന്നിട്ട് അവിടെ നിന്ന് ചെടി കൊണ്ടുപോകാത്ത ആൾക്കാരില്ല. ഭയങ്കര മനോഹരമായിട്ട് തോട്ടം വയ്ക്കുന്ന ആളാണ്. വേറൊരു തോട്ടം ഞങ്ങൾക്ക് മുകളിലുണ്ട്. അത് പ്രൈവറ്റ് തോട്ടമാണ്. അവിടെ ആർക്കും അറിയില്ല അതിനെക്കുറിച്ച്. ആ തോട്ടത്തിൽ മിക്കതും എല്ലാം പുതിയ തരത്തിലുള്ള വൃക്ഷങ്ങളും അതിൻ്റെ ഫലം കൊണ്ടുവരുന്ന വൃക്ഷങ്ങളൊക്കെയാണ്. പുതിയ ഇനം സപ്പോട്ട, അബിഹ്യൂ, പിന്നെ അങ്ങനത്തെ പല പുതിയ ഡ്രാഗൺ ഫ്രൂട്ട്. നിങ്ങൾ ആരുടെയും ഉച്ചയ്ക്ക് വായിന്ന് വെള്ളം വരുത്താൻ വേണ്ടി പറയണമല്ല കേട്ടോ. നല്ല ഞാനാണെങ്കിൽ എനിക്ക് തോട്ടപ്പണി ഇത്രയും വെറുപ്പ് വേറെ ഒന്നുമില്ലായിരുന്നു. പണ്ട് അങ്ങനെയായിരുന്നു. കാരണം എൻ്റെ അപ്പൻ എന്നെ കൊണ്ട് ഈ ചട്ടി പൊക്കിച്ച് മടുപ്പ് വന്നു. ചട്ടി പൊക്കടാന്ന് പറയും, വേറെ ഒരു പണിയില്ല അപ്പച്ചാ, നീ അത് പൊക്കി ഇവിടെ കൊണ്ടുവന്ന. അപ്പൊ അത് പൊക്കി, ഭയങ്കര ഹെവിയാ. അപ്പച്ചൻ ചട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം ഈ ചെറുതൊന്നുമല്ല, ഈ സൈസാ. അപ്പൻ ഈ നടുവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പൊക്കാൻ പറയുന്നത്. വീട്ടിൽ സഹോദരൻ ബോംബെ പോയി, ഞാനാണ് വീട്ടിലുള്ളത്. അവിടെ ആ ചട്ടി അവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കി. അപ്പൊ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഈ ഇഷ്ടമില്ലാത്ത ഭാരമൊക്കെ പൊക്കുമ്പോൾ നമുക്ക് 2 വാക്കുള്ളിൽ പറയും, വേറെ പണിയില്ല. പിറ്റേ ആഴ്ച എടാ ഈ ചട്ടിയൊക്കെ തിരിച്ച് അവിടെ കൊണ്ടുവയ്ക്കി. അതെന്ത് പണിയാ? അത് അവിടെ ഭംഗി അല്ല. അത് പിന്നെ എന്തിനോട് എനിക്ക് പറ്റൂല. എടാ നീ ചെയ്യടാ. അപ്പൊ പിന്നെ മടുപ്പ്. അപ്പൊ പിന്നെ നമുക്ക് അല്ല, അടുത്ത ആഴ്ച തിരിച്ച് അവിടെ തന്നെ വെച്ചാൽ മതി. പിന്നെ നമ്മൾ എന്തു പറയും? അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ വെച്ച് കല്യാണം കഴിക്കുമ്പോൾ ബെറ്റർ ആവുന്നു. കല്യാണം കഴിച്ച എൻ്റെ ഭാര്യ ചെടിപ്രാന്തിൻ്റെ ആളാണ്. പക്ഷേ ഭാര്യ വേറൊരു കാര്യം ചെയ്ത്, ഈ ഫലമുള്ള വൃക്ഷങ്ങളെല്ലാം വെച്ചപ്പോ അതൊക്കെ എനിക്ക് തിന്നാൻ തന്നപ്പോഴേ കൊള്ളാലത്, കുഴപ്പമില്ല അല്ലേ. അപ്പൊ എനിക്ക് പതുക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കണ്ട അതതിൻ്റെ ഗുണം. നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുകയാണെങ്കിൽ നമുക്ക് മെച്ചപ്പെടും. അതാണ് ഞാൻ പറയുന്നത്, സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടെങ്കിലേ നമുക്ക് അതിന് താല്പര്യം വരികയുള്ളൂ. അപ്പൊ സെൻസ് ഓഫ് പർപ്പസ് വന്നപ്പോൾ എനിക്ക് എന്ത് താല്പര്യമായി, ഞാനും കൂടെ നിൽക്കാൻ തുടങ്ങി. ഞാൻ പറയും എന്തൊരു ആവശ്യമുണ്ടാകും. ഇപ്പൊ ഞാനിപ്പോൾ എവിടെയും പറയണം നമുക്ക് അവിടെ പോയി ചട്ടി പിടിക്കും, ഞാൻ ദേ ഇപ്പൊ റെഡിയാണ്, വളരെ എവർ റെഡിയാണ്. ഞാൻ എവിടെ വേണമെങ്കിൽ പോകും. നമുക്ക് ആലുവയിൽ പോയി മേടിക്കാം, ആലുവയില അന്റാർട്ടിക്കയില എവിടെ വേണമെങ്കിൽ നമുക്ക് ചട്ടി മേടിക്കാം, കാര്യം തിന്നാൻ വല്ലതും കിട്ടും. കണ്ടാ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമുക്ക് ലക്ഷ്യമുള്ളപ്പോഴാണ് നമുക്ക് അതിനോട് ആത്മാർത്ഥതയും ഇഷ്ടവും വരുന്നത്. ആമീൻ. കർത്താവിൻ്റെ വേല ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ്, നമ്മളിത് പറഞ്ഞില്ലേ, ഈ കർത്താവ് നമുക്കൊരു വേല തന്നിട്ടുണ്ടെന്ന്. വേല തന്നത് മനുഷ്യന്റെ ഉള്ളില് ഒരു ഉദ്ദേശ ലക്ഷ്യം തരാൻ വേണ്ടിയാണ്. ഈ വേല നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, ഇതിനകത്ത് നമ്മൾ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ തുടങ്ങുമ്പോൾ താല്പര്യം വർദ്ധിക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഈ വേലയെക്കുറിച്ചുള്ള ഡെഫിനിഷൻ, അതിൻ്റെ നിർവചനം കർത്താവ് മാറ്റി. എന്താണ് വേലയെന്ന് കർത്താവ് പറയാൻ തുടങ്ങി. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ ഞാൻ എടുക്കാതെ, കാരണം കുറെ അധികം ഉണ്ടത്. പുതിയ നിയമത്തില് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് 27-ാം വാക്യം ഒരു വായിക്കാം. അത് തന്നെ വായിച്ചോ.
അവിടെ ഇവിടെ കംപ്ലീറ്റ് ഒരു വേറെ ഒരു കാര്യമാണ് പറയുന്നത്. ദൈവം ഇതിനൊരു ആത്മീയ അർത്ഥം കൊടുത്തിരിക്കുകയാണ്. ജോലി ഇല്ലെങ്കിൽ വേല എന്ന് പറയുന്നത് എന്താണെന്ന് അവിടെ വ്യക്തമായിട്ട് കാണിക്കുകയാണ്. അവിടെ പറയുന്നത്, അതിന് മുമ്പത്തെ വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്നെ അന്വേഷിക്കുന്നത് ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയാണ്. ഇന്നും ജനങ്ങൾ കർത്താവിനെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാ? ജോർജ് കുട്ടിക്ക് വേണ്ടിയാ. കർത്താവേ, ഞങ്ങളുടെ ബെഡ്റൂം 3 ബെഡ്റൂമിന്റെ വീടാ കർത്താവേ, ഞങ്ങൾക്ക് 5 ബെഡ്റൂമെങ്കിലും മിനിമം വേണം. എന്തിനാ? ആ പൂട്ടിയിടാൻ വേണ്ടി. ഒരാവശ്യമില്ല. അല്ല, അതുകൊണ്ടല്ല. ഞങ്ങളുടെ അപ്പുറത്തെ അയൽവക്കത്തെ വീട്ടിൽ 4 ബെഡ്റൂമുണ്ട്, അവരെക്കാളും വലുത് ഞങ്ങൾക്ക് വേണം. നമ്മുടെയൊക്കെ ഉദ്ദേശം എന്താ? എന്തിനാണ് എനിക്ക് ഒരു ബെൻസ് കാർ വേണം? എന്തിനു വേണ്ടിയാ? അല്ല, അപ്പുറത്തെ ആൾക്ക് BMW ഉണ്ട്, എനിക്ക് ബെൻസ് വേണം. ഞങ്ങളുടെ ഒരു ഡോക്ടർ ഞങ്ങളുടെ ചർച്ച വന്നായിരുന്നു. ആ ഡോക്ടർ എന്നോട് പച്ചയ്ക്ക് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഞാനിപ്പോൾ ചെറിയ കാർ ഓടിക്കണം. എൻ്റെ ദൈവം, ഈ പറഞ്ഞ ദൈവം എനിക്ക് ഒരു SUV തരുമോ? എങ്കിലും ഞാൻ ഈ സഭയിൽ വരാം. ഞാൻ എന്ത് പറയും ഇവളോട്? ഈ കർത്താവ് എന്താ, പ്യൂണാണ്? ഒരു SUV, എന്നാ SUV ആയിക്കോട്ടെ. നമ്മുടെ ദൈവം ഇങ്ങനത്തെ ഒരു താല്പര്യമുള്ള ആളല്ല. ദൈവം പ്യൂണിന്റെ പണിയൊന്നും കർത്താവിനില്ല. കർത്താവ് നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അതിനുവേണ്ടി ഒരുക്കുകയാണ്. കർത്താവ് പറയണ, മോനെ നീ വേല ചെയ്യണ്ട, നീ എൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക, നിന്റെ വേല ഞാൻ നിന്നിലൂടെ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ വേലയെല്ലാം കർത്താവിലാണ്. നമ്മുടെ നിലനിൽപ്പ് കർത്താവിലാണ്. അടുത്ത ആൾ പറഞ്ഞേ, നമ്മുടെ ജീവിതമേ കർത്താവിലാണെന്ന് പറ. അപ്പൊ കർത്താവിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെയും അവനിലാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ, അവൻ നമ്മിലൂടെ ചെയ്യുവാൻ നമ്മൾ അനുവാദം കൊടുക്കുകയാണെങ്കിൽ, ഏറ്റവും നല്ല വേല അവൻ നമ്മിലൂടെ ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതൊക്കെ, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ചെയ്യുന്ന വേല നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ? ആസ്വദിക്കുന്നില്ല എങ്കിൽ, മടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ മനോഭാവം ഒന്ന് മാറ്റണം. കർത്താവെ, ഇന്നു മുതൽ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ വേല ചെയ്യാൻ പോവാം. ഞാൻ എന്തു ജോലി ചെയ്താലും എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യും. ഹല്ലേലൂയ. കണ്ണടച്ച എല്ലാവരും പറഞ്ഞേ, ഞാൻ എൻ്റെ വേല, ഞാൻ എന്തു ചെയ്താലും എൻ്റെ പ്രവൃത്തികളെല്ലാം കർത്താവിന് വേണ്ടിയായിരിക്കും. അവിടെ മടുപ്പില്ല, കാരണം അവന് വേണ്ടിയല്ലേ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ കർത്താവിന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ ചെയ്യുന്ന കാര്യമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? വിശ്വാസം എന്ന് പറയുന്നത് പലർക്കും അറിയില്ല എന്താണെന്ന്. നമ്മൾ കയ്യും കെട്ടിയിരുന്ന് അവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ്, ഞാൻ കർത്താവിനോട് പറഞ്ഞില്ലേ ഞാൻ ചെയ്യാന്ന്, ചെയ്. ഒരാളുടെ ചോദിച്ചാൽ, എടാ മോനെ, നീ കർത്താവിന് അനേകം പേരോട് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി സാക്ഷ്യം ഞാൻ തന്നെ വഹിക്കണത്. കർത്താവിനോട് പറഞ്ഞ ഉണ്ടായിരിക്കാനാ, കർത്താവെല്ലാം ചെയ്തു എന്നാണ്. കർത്താവ് ചെയ്യും. അങ്ങനെ ചെയ്യില്ല. നമ്മൾ കർത്താവിൻ്റെ വേല കർത്താവിൻ്റെ മാതൃക പ്രകാരം ചെയ്യണം. എന്ന് പറഞ്ഞാൽ കർത്താവ് എങ്ങനെ ചെയ്തത്? കർത്താവ് പറഞ്ഞു, എൻ്റെ പ്രവൃത്തികളെല്ലാം ഞാൻ പിതാവിനെ കണ്ട് അവൻ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. കോപ്പി അടിക്കണം, സൂപ്പർ കോപ്പിയാ. അവൻ പറയുന്ന, ഇല്ലെങ്കിൽ അവൻ തരുന്ന വാക്കുകൾ എത്ര ഞാൻ പറയുന്നത്, അവൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ കണ്ട് ഐ ഡു ലൈക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ അതേപോലെ ചെയ്യുകയാണ്. ഇപ്പൊ ഇന്ന് കോപ്പി അടിക്കാൻ പിള്ളേരോട് പറഞ്ഞു, നമ്മൾ ഒരു അപ്പുറത്ത് പോയി നോക്കിയാൽ കോപ്പി അടിക്കൂലേ? നിങ്ങളൊന്നും ചെയ്തിട്ടില്ലേ? നിങ്ങളൊക്കെ നല്ല പിള്ളേരാ. അതേപോലെ കോപ്പി അടിക്കും, മിടുക്കന്മാരാ. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ അത് തന്നെ ചെയ്താൽ മതി. കർത്താവിന്റെ സന്നിധിയിൽ അവനെ കണ്ട് കോപ്പി അടിച്ചാൽ മതി. നിന്റെ ദൗത്യം അത്രേ ഉള്ളൂ. അവന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ, അവൻ ചെയ്യുന്ന പ്രവൃത്തി അറിയണമെങ്കിൽ ഈ പുസ്തകം നമ്മുടെ ഉള്ളിൽ കയറ്റണം.
അതുകൊണ്ടാണ് പാസ്റ്റർ ഈ ദിവസങ്ങളിലെല്ലാം പറയുന്ന എല്ലാവരും വചനം വായിക്കാൻ വേണ്ടി 5 ചാപ്റ്റർ വായിക്കുന്നുണ്ടോ? എവിടാ? ഞാൻ ആരെയും വിളിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, വചനം ഉള്ളിൽ കയറാണ്ട് നമുക്ക് ഈ തോന്നലല്ലാട്ടത്. നമ്മുടെ ഉള്ളിൽ വചനം ഉണ്ടെങ്കിലേ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കർത്താവിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ ഉള്ളിൽ വചനം വേണം. അടുത്ത ആള് പറഞ്ഞേ, വചനം വേണമെന്ന് പറ. വചനം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവിന്റെ ഹിതം കൊടുത്താ നമ്മൾ വെളിപ്പെടുത്താ. രാവിലെ അങ്ങോട്ട് വെളിപ്പെടുത്തും കർത്താവ്, വല്ല ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തും. കർത്താവ് ഇത് ചെയ്യണോ വേണ്ടയോ? എൻ്റെ ഉള്ളിൽ തോന്നുന്നു ചെയ്യാൻ. എന്നോട് ഒരാൾ പറഞ്ഞ, പാസ്റ്ററെ എനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കണം. രാവിലെ ഞാൻ അവളെ സ്വപ്നം കാണുന്നത്. എടാ മോനെ, വട്ടു പിടിച്ചു കഴിഞ്ഞാൽ നീ അവളെ കാണുള്ളൂ. ദൈവം എന്താ പറഞ്ഞെന്ന് ചോദിച്ചു അവൾ. ഞാൻ ഒറ്റ ചോദ്യം, ദൈവം എന്താ എന്നോട് പറഞ്ഞു? ദൈവം അവളുടെ ഫോട്ടോ ആണ് എനിക്ക് തരണം എപ്പോഴും. എൻ്റെ മുമ്പിൽ അവളുടെ ഫോട്ടോയാണ്. കാലത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കാണുന്ന അവളുടെ ഫോട്ടോയാ. എടാ മോനെ, ഏത് വചനമാണ് നിനക്ക് കിട്ടിയത്? അയ്യോ, ഒന്നും കിട്ടിയില്ല. എന്നവരും ഉണ്ടായിരിക്കും. എന്തെങ്കിലും നമ്മൾ തോന്നിയാസം കാണിക്കുക. ദൈവത്തിൻ്റെ ഹിതപ്രകാരം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ എന്നോട് ദൈവം എന്നോട് പറഞ്ഞെന്നുള്ള വാക്യം പറഞ്ഞാൽ ഉടനെ ചോദിക്കും, ഏത് വചനപ്രകാരമാണ് ദൈവം നിന്നോട് സംസാരിച്ചത്? അതിന് ഉത്തരവില്ലെങ്കിൽ ഞാൻ പറയും, പോട്ടെ, ഒരു സാക്ഷിയില്ല നിനക്ക്, ഒരു സാക്ഷി ക്യാൻസൽ ഇല്ല. രണ്ടാമത്, വേറെ ഒരു സഹോദരനോ സഹോദരിയോ അതിനെ താങ്ങാൻ ആരെങ്കിലും നിന്നോട് പറഞ്ഞോ? ഇല്ല. പിന്നെ രാവിലെ ആയപ്പോൾ നിനക്ക് തോന്നിയല്ലേ? അത് തോന്നിയാസോ? അത് ദൈവത്തിന്റെ വചനമല്ല. ദൈവത്തിന്റെ വചനം ഈസ് ഓൾവേസ് ബാക്ക്ഡ് ബൈ വിറ്റ്നസസ്. ഇത് സഭ പഠിക്കണം കേട്ടത്. സഭ ഒരു കാര്യം പഠിച്ചോ, ഞാൻ പറഞ്ഞൊക്കെ മറന്നു. പക്ഷെ ദൈവം സംസാരിച്ചു എന്ന് പറയണമെങ്കിൽ ബാക്കപ്പ് ഉള്ള വചനം വേണം. അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കും. പ്രവാചകന് കുറ്റം പറയല്ല, പുള്ളിക്ക് കാശ് കിട്ടും. നിങ്ങളെ വട്ടം തിരിക്കാൻ എന്തും പറയാം. ഒരാളുടെ ഒരു പ്രവാചകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അമേരിക്കയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. അവളത് അപ്പടി വിശ്വസിച്ചു. അമേരിക്കയിൽ പോയിട്ട് തെണ്ടിത്തിരി നടക്കുക. ഇപ്പം എന്നോടൊരു സ്ത്രീ വന്ന് ഇവിടെ ഈ ഹാളിൽ വെച്ച് തന്നെ, പാസ്റ്ററെ എനിക്കൊന്ന് പ്രാർത്ഥിക്കാവോ പാസ്റ്ററെ? ഞാൻ പറയാൻ പറ്റി. അല്ല, എനിക്ക് അമേരിക്ക പോകണമെന്ന് ഒരാഗ്രഹമുണ്ട്. ദൈവഹിതമാണോ? ഞാനൊരു കാര്യം ചെയ്യും, മോനെ നീ എന്തിനാ അമേരിക്ക പോണ? അല്ല, അതെന്ത് അങ്ങനത്തെ ചോദ്യം ഉണ്ടോ? അമേരിക്ക പോണ എന്തിനാണല്ലേ? ഇല്ല, അവിടെ വല്ല ആത്മാക്കളെ നേടാൻ വേണ്ടിയാണോ? നമ്മുടെ എന്ത് ഉദ്ദേശത്തിനും പിന്നില് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി അല്ല എങ്കിൽ ഒരാൾ പോയിട്ട് തിരിച്ചു വന്ന് എന്നോട്, ആ സഹോദരൻ എന്നോട് ദുബായി പോകണമെന്ന് പറഞ്ഞ്. ഞാൻ പൊയ്ക്കോ, കുഴപ്പമില്ല, പക്ഷെ ദുബായിൽ എന്തിനാ പോകണമെന്ന് ചോദിച്ചു. അല്ല, എനിക്കവിടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടിയാണ്. വെറുതെ പറഞ്ഞാ, കർത്താവിൻ്റെ വേല ഇവിടെ ചെയ്തിട്ടില്ല, പിന്നെ അവിടെ പോയി ചെയ്യാൻ പോണം. കർത്താവിൻ്റെ വേല ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ആദ്യം ചെയ്തു തുടങ്ങും. നീ എത്ര പേരുടെ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ ആരോട് പറഞ്ഞിട്ടില്ല, ഇനി അവിടെ പോയിട്ട് വേണം തുടങ്ങാൻ. ഞാൻ പറഞ്ഞു, ഇതൊക്കെ വെറുതെ ഉള്ള കാര്യം പറയാം, കാശുണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞാൽ പോരെ. പച്ചയ്ക്ക് പറയാം, കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. പോയിക്കോ, നീ ഒരു 5 മിനിറ്റ് 5 വർഷം നീ പണിതിട്ട് വാ, കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കടം തീർക്കാനുണ്ട്, പോ. വാട്ട് ഇസ് ദർ? നുണ പറയണതിനാ? അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ നമ്മൾ കാണിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ, കർത്താവിനെ പ്രകടമാക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചു. ഈ തോട്ടത്തിൽ ഫലം പുറപ്പെടുവിക്കണം. ഫിലിപ്പിയർ 1-ാം അധ്യായത്തിന് 20-ാം വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയർ 1:20. നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് ഇല്ല, ഡസന്റ് മാറ്റർ. ഫിലിപ്പിയർ 1:20 ഞാൻ വായിക്കാം. അങ്ങനെ ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോവാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ
എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അവിടെ പറയുന്നത് ഇതാണ്: ഒന്നിന് ലജ്ജിച്ചു പോകാതെ, ഞാൻ ജീവിച്ചാലും ഞാൻ മരിച്ചാലും എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, എൻ്റെ കർത്താവ് എൻ്റെ ശരീരത്തിൽ മഹത്വപ്പെടണം. അടുത്ത ആള് പറഞ്ഞേ, യേശു എൻ്റെ ശരീരത്തിൽ മഹത്വപ്പെടണം. My Lord Jesus be glorified in my body. കർത്താവ് എൻ്റെ ശരീരത്തിൽ മഹത്വപ്പെടണം. He needs to be glorified. എൻ്റെ ഉദ്ദേശം എന്താ? എൻ്റെ ഉദ്ദേശം എൻ്റെ കർത്താവിന് മഹത്വം കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. എനിക്ക് വേറെ ഉദ്ദേശം ഒന്നുമില്ല. കർത്താവിന് മഹത്വം കൊടുക്കാൻ, കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ എന്താ? എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനാണ്. പറഞ്ഞേ, എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്. അതല്ലേ ഒന്ന് റോമാക്കാരുടെ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്, അവര് ദൈവത്തെ മഹത്വീകരിച്ചുമില്ല, നന്ദി കരയറ്റിയുമില്ല. കണ്ട, ജാതികളെ കുറിച്ച് പറയുകയാണ്. അവരുടെ നികൃഷ്ട ബുദ്ധിയിലും അല്ലെങ്കിൽ വ്യർത്ഥ മനസ്സിലും അവരായിത്തീർന്ന് അവർ ദൈവത്തിന് നന്ദി കൊടുത്തില്ല, അവർ നന്ദി കരയറ്റില്ല, മഹത്വം കൊടുത്തതുമില്ല. അപ്പൊ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും നന്ദി കരയറ്റുവാനും നമ്മൾ പഠിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥമില്ല, അർത്ഥശൂന്യമായി തീരും. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണ്. നിങ്ങൾ എന്തു ജോലിയും ചെയ്തോ, ഡസന്റ് മാറ്റർ. എല്ലാ ജോലിയുടെ ഉദ്ദേശം ഒന്നാണ്: ഇതിലൂടെ എൻ്റെ കർത്താവിന് മഹത്വം വരണം. അതേത് ഒരു കസരട്ട ജോലിയാലും മതി. കർത്താവ് ചില പറയും, പാസ്റ്റർ എനിക്ക് ഒരു ചെറിയ ഒരു വിലയില്ലാത്ത ജോലി എനിക്ക് കിട്ടിയത്, ഈ കസേര പെറുക്കിടാൻ എൻ്റെ ജോലി. എടാ മോനെ, നീ കസേര പെറുക്കിട, നീ കർത്താവിന് വേണ്ടി പെറുക്കിട്. നീ പിറുപിറുപ്പോട് ചെയ്യല്ലേ. പിറുപിറുപ്പ് ചെയ്ത വ്യക്തികളാണ് കർത്താവ് അവരെല്ലാം മുഴുവൻ അവര് മരുഭൂമിയിൽ പട്ടുപോയത്. അവരെല്ലാവരും എന്ത് ചെയ്ത്? അവരൊറ്റ കാര്യമുള്ളൂ, അവര് കർത്താവിന് വേണ്ടി നിന്നവരാണെന്ന് അവരുടെ ജ്വരം, അവരുടെ ചിന്ത അതാണ്. പക്ഷെ അവരെന്താ? പിറുപിറുപ്പ് അവരുടെ വായിന്ന് ഒരിക്കലും മാറിയില്ല. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആരെയാണെന്നറിയാവോ? പിറുപിറുപ്പ്. അതാരാ ചെയ്യുന്നറിയോ? നമ്മളൊന്നുമല്ല. നമ്മളൊക്കെ നല്ല ആൾക്കാരാണ്. നമ്മൾ ജീവിതത്തിലെല്ലാം ഒരു വാക്യം, രണ്ടാമത്തെ വാക്യം പിറുപിറുപ്പാ. ഞാൻ പറഞ്ഞില്ലേ, ചട്ടി വെക്കാൻ പറഞ്ഞപ്പോ പാശം അവിടെ നമ്മളെല്ലാത്തിനും പിറുപിറുപ്പാ. റോട്ടിൽ ഞാൻ കഴിഞ്ഞ റോഡിൽ സഞ്ചരിക്കുകയായിരുന്നു, ട്രാഫിക് കണ്ടിട്ട് പിറുപിറുക്കാൻ തുടങ്ങി. ഇത് എന്ത് ആരോട് പറയാനാ? മര്യാദക്ക് അവന് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല, ഇവന് വണ്ടി ഓടി. പിറുപിറുപ്പിന്റെ എല്ലാം നമ്മുടെ വായിന്ന് എപ്പോഴാ വരുന്നറിയാം? സമ്മർദ്ദങ്ങൾ വരുമ്പോഴേ വരുള്ളൂ. ഇല്ലെങ്കിൽ നല്ലതാ. നല്ലതാവുമ്പോ എല്ലാം നല്ലതാ. നമ്മളൊക്കെ എന്ത് മനോഹരമായിട്ടുള്ള വ്യക്തികളാ. അടുത്താളുടെ മുഖം നോക്കിക്കേ, നല്ല മനോഹരമായിട്ടുള്ള വ്യക്തിയല്ലേ. സമ്മർദ്ദങ്ങൾ വരുമ്പോഴാണ് തനി സ്വഭാവം പുറത്തു വരുന്നത്. ഇസ്രായേൽ മക്കളെല്ലാം ആ സമ്മർദ്ദത്തിലാണ് അവരുടെ തനി സ്വഭാവം വെളിപ്പെട്ടത്. പാമ്പുകടിയും തേളുകതിയും പിന്നെ വിശപ്പും പിന്നെ എന്താണ് ചൂടും അതും ഇതും എല്ലാ ക്ഷാമവും ഇതെല്ലാം വരുമ്പോ എന്ത് പറ്റും? ഞങ്ങൾക്ക് അവിടെ എന്ത് രസമായിരുന്നു. ഈജിപ്തിലാണെങ്കിൽ നല്ല കോഴി എന്തായിരുന്നു. ആരുടെ വായിൽ വെള്ളം എത്താൻ വേണ്ടിയൊന്നും അല്ല കേട്ടോ. അവിടെ എന്ത് നല്ലതായിരുന്നു. അവിടെ നല്ല മസാലയും. ഇവിടെ ഈ മരുഭൂമിയിൽ എന്തുണ്ട്? എന്ത് മന്ന 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 കണ്ടാ. പിറുപിറുത്തതിന്റെ കർത്താണ്. നമ്മളെ സെയിം സ്വഭാവം അവർക്കും. നമ്മൾ ചെയ്യുന്ന 3-4 പ്രാവശ്യം കഞ്ഞി കുടിക്കാൻ പറയും. എന്ത് കഞ്ഞി, വേറെ ഒന്നും ഇല്ലെന്ന് ചോദിക്കും. അത് വേറെ വല്ലതും മേടിച്ചോണ്ട് വന്നാ കിട്ടും. വേറെ ഒന്നും നിനക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലേടി? അല്ല വേറെ വല്ല ഇവിടെ ഉണ്ടാ, അല്ല കോഴിയാ മീനൊക്കെ മേടിച്ചോണ്ട് വന്നാ ഉണ്ടാക്കാം. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മളെ വിളിക്കുന്നത് അവന്റെ ഫലം നമ്മളിൽ കാണുവാനാ. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം 7-ാം വാക്യം എന്ന് വായിച്ചാൽ ഒന്നുകൂടെ വായിക്കാം നമുക്ക്. കണ്ട അവിടെ പറയുന്നത് എങ്ങനെയാണ്? അവിടെ 7-ാം വാക്യം നമ്മൾ വായിച്ചത് എങ്ങനെയാണ്?
അതുപോലെ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങളെ അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ, അതാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ വളരെ അടുത്ത വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ്, ഇത് നമ്മുടെ ഉദ്ദേശം എന്താ? പിതാവിന് മഹത്വപ്പെടുത്താനില്ലേ? അടുത്തുള്ള ഫലം കായ്ച്ചാലേ പിതാവിന് മഹത്വമുള്ളൂ എന്ന് പറ. ഈ പലരും എന്നോട് ചോദിക്കും, പാസ്റ്ററെ എവിടെ ഫലം കായ്ക്കേണ്ടതെന്ന്. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കും, ആത്മാക്കളെയൊക്കെ നേടുന്നുണ്ടോ? ആ പണിയൊന്നുമില്ല. പല പല ഫലങ്ങളുണ്ട്. എല്ലാ മേഖലയിലും ഫലം കായ്ക്കുന്നവരാ. ആത്മാവിൻ്റെ ഫലം നമുക്ക് എല്ലാവർക്കും ബൈഹാട്ടാ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ബൈഹാട്ടം. കണ്ട, ഇതെല്ലാം നമുക്ക് ഉണ്ടോ? ഒരാളോട് പറഞ്ഞു, പാസ്റ്ററെ സൗമ്യത എന്താണ്? അതിന്റെ സ്പെല്ലിംഗ് പോലും അറിയാൻ പാടില്ല എനിക്ക്. സമ്മർദ്ദം വരുമ്പോൾ സൗമ്യത ഉണ്ടോ? സമ്മർദ്ദത്തില് സൗമ്യമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, ഞങ്ങളുടെ കൺസൾട്ടന്റ് ആയിരുന്നപ്പോ ആ സാറ് സംസാരിച്ച പോലെയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മളിൽ ഉണ്ടോ എന്ന് കാണുന്നത് സമ്മർദ്ദത്തിന് നടുവിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളുടെ തോട്ടം വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ അതിലേക്ക് വരാം. നമ്മൾ പുറമേ കാണുന്നതല്ല നമ്മൾ ഈ ഷാറൂഖ് ഖാനും അമിതാഭ് ബച്ചനേക്കാളും വലിയ അഭിനേതാക്കളാ. നിങ്ങൾക്ക് നല്ല അഭിനയക്കാരെ കാണണമെങ്കിൽ അടുത്ത ആളെ മുഖത്ത് നോക്കിയാൽ മതി, കാണാം. സൂപ്പർ അഭിനയക്കാരാ. ശരിക്കുള്ള നമ്മുടെ മുഖം കാണണമെങ്കിൽ വീട്ടിൽ പോയാൽ മതി. ആരും വീട്ടിൽ വിളിക്കൂല. ഞങ്ങളത് വീട്ടിൽ വിളിക്കണല്ലേ, വല്ലപ്പോഴൊക്കെ ഞങ്ങളൊക്കെ വീട്ടിൽ വിളിക്കാം. അല്ല പാസ്റ്റർ, സമയം ഒത്തു വരണ്ടേ. അപ്പൊ നാളെ ഞങ്ങൾ ക്രിക്കറ്റ് കളിയാ. അപ്പൊ നമ്മൾ ജീവിതത്തില് സമ്മർദ്ദങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ തനി സ്വഭാവം വെളിപ്പെടുന്നതെങ്കിൽ ഈ വചനം എന്തിനാ വായിക്കണമെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് ഉൾക്കൊള്ളാൻ വേണ്ടിയാ. എൻ്റെ കർത്താവേ, എൻ്റെ തോട്ടം ഒന്ന് പണിത് തരണം. എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറാ? എൻ്റെ തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പണി വേണം. എന്നെ പണിയുവാൻ ഒരുവനുണ്ട്. അവൻ ആദ്യം മുതൽ അടിമുട്ടി നിന്നെ എന്ത് ചെയ്യുന്നറിയോ? ചില തോട്ടമൊക്കെ ഞങ്ങൾ ചില ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, മുഴുവൻ വലിച്ചു കീറി രണ്ടാമത് പണിയും. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം അങ്ങനെയൊക്കെ ആവശ്യം ഉണ്ടാവും. നമ്മുടെ ചില മൂല്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ ഒന്ന് പണിയുവാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. അപ്പൊ വേല നമുക്കൊരു നിയോഗമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഫലപുഷ്ടിയുള്ള, ഫലം കായ്ക്കുന്ന തോട്ടമാകുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഈ തോട്ടത്തില് ഫലം കായ്ച്ചാൽ മാത്രം പോരാ, അതിൻ്റെ പൂർണ്ണതയിൽ നിലനിൽക്കുന്ന ഫലമായി. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ഫലം കായ്ക്കുകയും ആ ഫലം നിലനിൽക്കുകയും. കണ്ട, എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നതെല്ലാം പിതാവിനെ അപേക്ഷിക്കുക ഞാനല്ല, നിങ്ങൾക്ക് എന്തിനാ? ഉദ്ദേശം എന്താ? ഉദ്ദേശം നിലനിൽക്കുന്ന ഫലം നമ്മൾ കായ്ക്കണം. നിലനിൽക്കുന്ന ഫലം കായ്ക്കണമെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ തോട്ടത്തിൽ ഇൻവോൾവ് ആകണം. അടുത്ത ആളോട് പറ, കർത്താവിനൊരു അവസരം കൊടുക്കാൻ പറ. എൻ്റെ തോട്ടം പണിയുവാൻ എൻ്റെ കർത്താവിനൊരു അവസരം കൊടുക്കും ഞാൻ. ഹല്ലേലൂയ. ഉത്തമഗീതം എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഉത്തമഗീതം ഞാനധികം വായിക്കുന്ന ആളല്ല. ഉത്തമഗീതം ഞാനധികം വായിക്കുന്ന ആളല്ല. ആ കൂട്ടത്തിലല്ലേ? നല്ല ബുക്കാ. കലാകാർത്ത പല പറയുന്നത് എന്ത് വലിയ ആത്മീയതയൊന്നും ഇല്ലെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ വായിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ വായിച്ചു തുടങ്ങിയത് നല്ല ആത്മീയതയുള്ള പുസ്തകമാണ്
ഉത്തമഗീതത്തില് പല പല വാക്യങ്ങളുണ്ട്. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ തരാം, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഉത്തമഗീതത്തില് 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കുകയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കുകയാലും എന്നെ തുറച്ചു നോക്കരുത്. എന്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാണ്. ഇത് പറയുന്നത് അറിയോ? ഈ തോട്ടം എൻ്റെ ജീവിതം, എൻ്റെ തോട്ടമാണ്. അവിടെ പറഞ്ഞത് അവളുടെ സഹോദരങ്ങൾ അവളെ കൊണ്ട് അവരുടെ മുന്തിരിത്തോട്ടങ്ങളെല്ലാം കാക്കാൻ വേണ്ടി അവളെ ഏൽപ്പിച്ചു. അവള് ചെറുപ്പക്കാരിയായ പെൺകുട്ടിയാ. അവൾ എന്ത് ചെയ്യുന്നറിയാമോ? അവൾ മറ്റുള്ളവരുടെ തോട്ടമെല്ലാം കാത്തു വന്നപ്പോൾ എന്തു പറ്റിയെന്നറിയാമോ? അവളുടെ രൂപഭംഗിയെല്ലാം പോയി. നമ്മുടെ പുറമേയുള്ള രൂപഭംഗിയെക്കുറിച്ചല്ല പറയുന്നത് കേട്ടാ. ഇത് കർത്താവും സഭയുമായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ശലോമോൻ എഴുതിയതാ. ഇതവർ ഈ പുസ്തകം അവർ കളഞ്ഞില്ല. കാരണം ഇതിനകത്ത് സഭയും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന ഒരു പുസ്തകം. എൻ്റെ കർത്താവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നമുക്കൊരിക്കലും മനസ്സിലാവില്ല. ഇന്ന് ഈ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഇന്ന് ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പ്രായം വന്നു കഴിഞ്ഞാൽ, 18 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രേമിക്കുന്നത് കാണാൻ പറ്റും. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒരു പെൺകുട്ടി ഞങ്ങളെ നോക്കുന്നത് തന്നെ ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയ പോലെയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളൊക്കെ ഒന്ന് ഭയങ്കര അങ്ങനെ പെട്ടെന്നൊന്നും നോക്കൂല. ഞങ്ങളുടെ കാലത്താട്ടാ, ഇപ്പോഴത്തെ അങ്ങനെയല്ല, ഇപ്പോഴേ വേറെ പലതൊക്കെയാണ്. ഞങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നു. ഒരു പെണ്ണിന് നോക്കിയൊന്ന് ചിരിച്ചാ മതി, ഓ അന്ന് അവൻ പിന്നെ സ്വർഗം കിട്ടിയോ. ഞാൻ എന്തിനാ പറഞ്ഞു വരുന്നറിയാമോ? അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് എന്താ ഇവർക്ക് ഇത്രമാത്രം പോസ്, ഇത്രമാത്രം അതങ്ങനെയാണ്. നമ്മൾ അങ്ങനെ തന്നെയാ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇതുപോലെ തന്നെയല്ലേ. ദൈവം നമുക്ക് വേണ്ടി ഒരു നോട്ടം നമ്മൾ നോക്കാൻ വേണ്ടി കർത്താവ് നമ്മുടെ പിന്നാലെ നടക്കുക. അവനെ ഒന്ന് ആരാധിക്കുവാൻ, അവനെ ഒന്ന് നോട്ടം, ഞാനിത് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, എൻ്റെ ദൈവമേ, അങ്ങ് നമ്മളെ പലപ്പോഴും എൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഞാൻ ഭയങ്കര ബിസിയായിട്ട് എൻ്റെ സ്വന്തം വഴിയിൽ നടക്കുമ്പോൾ അവനെ ഒന്ന് നോക്കാൻ ഒരു നോട്ടം മതി. ആ നോട്ടത്തിന് വേണ്ടി ആ നോട്ടം കൊടുക്കാതെ ഞാൻ പലപ്പോഴും എൻ്റെ വഴിയിൽ നടന്നിട്ടുണ്ട്. ഈ ഉത്തമഗീതം വായിക്കുമ്പോഴല്ല, നമ്മുടെ കഥയാണ് അവിടെ വായിച്ചിരിക്കുന്നത്. എൻ്റെ പ്രാണനാഥൻ എൻ്റെ പിന്നാലെ, അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ സെയിം ആട്ടാ. നമ്മളെല്ലാം ഇന്ന് ഇവിടെ നമ്മൾ ഈ ഉത്തമഗീതം വായിക്കുമ്പോൾ നമ്മളെല്ലാം പെണ്ണുങ്ങളാണ്. അപ്പൊ നമ്മുടെ പ്രാണനാഥൻ നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 4-ാം അധ്യായത്തിന്, ഉത്തമഗീതത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ഒമ്പതാം വാക്യം. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഇത് ആരോട് പറയണത്? കർത്താവ് നമ്മോട് പറയുകയാണ്, നീ എൻ്റെ കാന്തേ, നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ട് കണ്ടാ, നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചു. എന്നാൽ ഒരു നോട്ടം, നമ്മൾ കർത്താവ് ശരിക്കും നമ്മളെ നോക്കുന്നത് ഒറ്റ നോട്ടം. കർത്താവ്, അത് നമ്മൾ കർത്താവിനെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ തന്നെ അവൻ്റെ സന്തോഷം നോക്കിക്കേ. കർത്താവ് നമ്മുടെ മേല് ഇവിടെ പറയുന്നത് ഇങ്ങനെയാ, ഒരു മണവാളൻ മണവാട്ടിയെ എങ്ങനെ അതിൻ്റെ മേൽ സന്തോഷിക്കുന്നു. എങ്ങനെയാ? ഭർത്താവ് ഭാര്യയുടെ മുകളിലല്ല, മണവാളൻ ഭർത്താവ് ഭാര്യയുടെ മുകളിൽ എഴുതിയിട്ടുണ്ടാ? എന്താ മണവാളിന്റെ പ്രത്യേകത? എന്താ മണവാളിന്റെ ഏറ്റവും ധന്യമായിട്ടുള്ള നിമിഷങ്ങൾ എപ്പോഴാണ് അറിയാമോ? അവൻ കല്യാണം കഴിക്കണ മുമ്പാ. കല്യാണം കഴിച്ച തുടങ്ങും ക്രിക്കറ്റ് കളി.
കല്യാണം കഴിക്കണേക്കാൾ മുമ്പ് വരെ ഞാൻ നിന്നെ എന്തൊക്കെ വാഗ്ദാനങ്ങൾ പറയണമെന്നറിയോ? നിന്നെ ഞാൻ മൂണി കൊണ്ടുപോകും, അതാ ഹണിമൂണിനൊക്കെ പേര് വന്നത്. ചന്ദ്രനെ നിന്നെ കൊണ്ടുപോകും ഞാൻ, നിന്നെ അമേരിക്ക കൊണ്ടുപോകും നിന്നെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകും, നിന്നെ പഞ്ഞിയുടെ മുകളിൽ ഞാൻ പറഞ്ഞ വാക്കുകളെ കേട്ടാ, എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നിന്നെ പഞ്ഞിയുടെ മെത്തൽ നിന്നെ കടത്തും, ഒരു പോറൽ പോലും. അപ്പൊ എന്നോട് ചോദിച്ചു, വാഗ്ദാനൊക്കെ എവിടെ പോയിപ്പോ? അത് മണവാളനാണ് അങ്ങനെ പറഞ്ഞത്. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ സന്തോഷിക്കുന്നത്. മണവാളൻ മണവാട്ടിയുടെ മേൽ ആനന്ദിക്കുന്നത് പോലെ എൻ്റെ കർത്താവ് ഇന്നും നമ്മുടെ മേൽ ആനന്ദിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ്, നമ്മൾ ഈ ഉത്തമഗീതം വായിക്കുമ്പോഴുണ്ടല്ലോ, ഇന്ന് നമ്മളുടെ ഈ പൊതു തോട്ടത്തെക്കാളും കൂടുതൽ അവൻ താല്പര്യം നമ്മുടെ രഹസ്യ തോട്ടങ്ങളാണ്. നമുക്ക്, ഞാൻ പറഞ്ഞില്ല, മുകളിൽ ഞങ്ങൾക്കൊരു രഹസ്യ തോട്ടം ഉണ്ടെന്ന് പറഞ്ഞില്ല, ഞങ്ങളുടെ സ്വകാര്യ തോട്ടമാണ്. ഈ സ്വകാര്യ തോട്ടം ഇന്ന് പലപ്പോഴും അതിൻ്റെ വേലിയെല്ലാം തകർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇന്ന് കർത്താവിനെ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ സ്വകാര്യ തോട്ടം, അല്ലെങ്കിൽ 16-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. 16-ാം വാക്യത്തിൽ പറഞ്ഞ് 12-ാം വാക്യം എന്ന് പറഞ്ഞു. 12-ാം വാക്യം അവിടെ പറയുന്നുണ്ടാ? അവിടെ പറയുന്ന സഹോദരി, എൻ്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല. എൻ്റെ സ്വകാര്യ തോട്ടത്തിൽ എൻ്റെ പ്രാണനാഥനല്ലാതെ വേറെ ആർക്കും ഞാൻ അവിടെ പ്രവേശനം കൂടാ. അത് അടച്ച, അതിന് വേലിയെല്ലാം സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. കർത്താവ് നമ്മളെ വിളിക്കുന്നത്, നിന്റെ സ്വകാര്യ തോട്ടത്തിൽ ഞാൻ കടന്നു വന്നോട്ടെ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമ്മുടെ ആദവും ഹവ്വയൊക്കെ അവർ കർത്താവിനെ വിളിച്ചൊന്നുമില്ല. അവനെ വിളിക്കാണ്ട് കർത്താവ് ഒന്ന് പോയി നോക്കിയ കർത്താവ് പറഞ്ഞറിയാം അവിടെ എന്തൊക്കെയോ കോലാഹലം ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയാം. അവിടെ കർത്താവിന് അപ്പം തന്നെ കാര്യം മനസ്സിലായി. അവിടെ എന്താണ്, അവൻ അവിടെ തുണിയും കൊണ്ട്, ആകെ തുണിയും കിട്ടാണ്ടോ, അന്ന് തുണിയൊന്നുമില്ല, ഉള്ള ഇലയും ചപ്പും ചവറൊക്കെ പിടിച്ച് ഈർക്കിലി കൊണ്ട് എന്തൊക്കെ കുത്തി, ഈർക്കിലി അവിടെ നിന്ന് കിട്ടിയത് എനിക്കറിയാൻ പാടില്ല, അവിടെ നിന്ന് എന്തൊക്കെ കുത്തി മറച്ച അവിടെ ഡാൻസ് ചെയ്ത് നോക്കി. ഏത് പോച്ചയുടെ പിന്നിൽ ഡാൻസ് ചെയ്തോണ്ടിരിക്കുക, എന്നിട്ട് നാണം മറയുന്നില്ല. പിന്നെ കർത്താവ് വന്നിട്ട് എന്തൊക്കെ കാണിച്ച് അവർക്ക് നിക്കറൊക്കെ ഉണ്ടാക്കി കൊടുത്തതാ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ സ്വകാര്യ തോട്ടം എത്രമാത്രം നമ്മൾ കർത്താവിനെ നമ്മൾ വരവേൽക്കുവാൻ തയ്യാറാണ്. ഇന്ന് എൻ്റെ സ്വകാര്യ തോട്ടത്തിൽ അവൻ വന്ന് എൻ്റെ തോട്ടമൊന്ന്, അവൻ നമ്മളെ കളിയാക്കാൻ വേണ്ടിയല്ല വിളിക്കുന്നത്. ഹി വോണ്ട്സ് ടു ബി പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഇന്ന് എൻ്റെ പ്രാണനാഥൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ കൊതിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണോ? എന്തിനാണ് നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ഏൽപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ തോട്ടം അവനൊന്ന് ഒരു പുനർനിർമ്മാണം ചെയ്യുവാൻ, എൻ്റെ സ്വകാര്യ തോട്ടം അവന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവ് നമ്മളെ രണ്ടാമത് പണിയാൻ പോവുക. ഹല്ലേലൂയ. കർത്താവിന് അവിടെ വന്നിട്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞങ്ങൾ ആ സ്വകാര്യ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഫലം കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനകത്തുള്ള സന്തോഷം സംതൃപ്തിയും വരുന്നെങ്കിൽ, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഫലം, നമ്മുടെ എല്ലാ മേഖലകളിലും ഫലം വേണം. ആത്മാവിൻ്റെ ഫലം വേണം, ആത്മാക്കളുടെ ഫലം വേണം, ഗർഭഫലം വേണം, സ്ഥലത്തിൻ്റെ ദേശത്തിന് ഫലം വേണം, നീതിയുടെ ഫലം വേണം, അധ്വാന ഫലം വേണം, മാനസാന്തരത്വത്തോണം ഫലം കായ്ക്കണം. നമ്മളെല്ലാ മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യണം? ഫലം കായ്ക്കുന്നവരാ. എൻ്റെ കർത്താവ് അതിലാണ് മഹത്വപ്പെടുന്നതെങ്കിൽ എൻ്റെ തോട്ടത്തിൽ ഫലം വേണം. എല്ലാവരും പറഞ്ഞേ, എൻ്റെ തോട്ടത്തിൽ ഫലം കാണണം. എൻ്റെ ദൈവം അവിടെ കടന്നു വരുവാൻ ഞാൻ അവനെ വിളിക്കുമ്പോൾ, കാന്തേ എൻ്റെ തോട്ടത്തിലേക്ക് കടന്നു വരൂ. കാരണം എന്തിനാണെന്നറിയാമോ? അവിടുന്ന് ഫലം നിനക്ക് തിന്നാൻ വേണ്ടിയാ. 16-ാം വാക്യം ഒന്ന് വായിച്ചേ. ഭയങ്കര നല്ലൊരു ഉത്തമഗീതം, നല്ലൊരു ബുക്കാട്ടാ. അവിടെ പറയുന്നത്, വടതിക്കാറ്റേ ഉണരുക, ഞാൻ ഈ തെന്നിക്കാറ്റേ വരിക, എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക, എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. കണ്ട, നമ്മുടെ ജീവിതത്തിൽ ഫലം കാണാൻ അവൻ കൊതിക്കുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഫലം ഇല്ല എങ്കിൽ നമ്മുടെ എല്ലാ മേഖലകളിലും
അവൻ നമ്മളെ ഫലപുഷ്ടിയുള്ളതാക്കി തീർക്കും. നമുക്ക് എഴുന്നേക്കാം, തിരുസന്നിധി നമ്മളെന്ന് സമർപ്പിച്ച് കർത്താവെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന്. ഇന്ന് അവിടെ ഈ 2-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ 2-ാം അധ്യായത്തിൽ നിങ്ങൾ മുഴുവൻ ഉത്തമഗീതം വായിക്കുമ്പോഴുണ്ടല്ലോ, 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം പറയുന്നു, ചെറുകൂർക്കന്മാർ വന്ന് ഈ മുന്തിരി വള്ളിയെല്ലാം നശിപ്പിച്ചു എന്ന്. ഇന്ന് പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യുന്നറിയാം, നമുക്ക് പല രീതിയിൽ നമ്മുടെ ഈ തോട്ടം നശിപ്പിക്കാൻ നമുക്ക് പല സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ച പ്രസവിച്ചപ്പോഴേ നല്ല മനോഹരമായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവിടെ ഉളവായി, നല്ല നല്ല കുഞ്ഞുങ്ങളാണ്. പക്ഷെ ഈ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളുടെ സ്വകാര്യ തോട്ടത്തിൽ വന്ന് ആ ചെടിയൊക്കെ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദേഷ്യം വന്നു. കാരണം എന്താ അറിയോ, ഈ പൂച്ചകളെ കാണാനൊക്കെ ഭംഗിയാണ്, കുഞ്ഞുങ്ങളെ കാണാൻ നല്ല മനോഹരമാണ്, പക്ഷെ ചെടിയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും? അതാണ് ഈ ചെറുകുറുക്കന്മാർ ചെയ്യുന്നത്. ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ തോട്ടത്തെ നശിപ്പിക്കും, നമ്മുടെ ശ്രദ്ധ മാറ്റും. നമ്മൾ കർത്താവിന് വേണ്ടിയുള്ളതാ എൻ്റെ ജീവിതം, എല്ലാം പറഞ്ഞ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടിയുള്ളതാ. എൻ്റെ സ്വകാര്യ തോട്ടം എൻ്റെ പ്രിയന് വേണ്ടി ഞാൻ മാറ്റിവെച്ചു. പറഞ്ഞേ, എൻ്റെ സ്വകാര്യ തോട്ടം എൻ്റെ പ്രിയനായി ഞാൻ മാറ്റിവെക്കുന്നു. അത് അവനല്ലാതെ വേറെ ആർക്കും അവിടെ പ്രവേശനമില്ല. അവനത് ചെത്തി വെടിപ്പാക്കി ഫലപുഷ്ടിയുള്ളതാണ്. നമ്മൾ യോഹന്നാൻ 15-ാം അധ്യായം മുഴുവൻ വാക്യം പറയുന്നത്, ആ ഫലപുഷ്ടിയുള്ള ശാഖകൾ ഞാൻ വീണ്ടും ചെത്തി ഇനിയും ഫലമുള്ള ശാഖകളാക്കി മാറ്റും. ഇന്ന് പ്രിയൻ നമ്മോട് പറയുന്ന കാര്യങ്ങൾ അതൊക്കെയാ. ഇന്ന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ കർത്താവെ, ഇന്ന് അവനോട് ചേർന്ന് ആ ഒരു പ്രണയബന്ധത്തിലേക്ക് ആയിത്തീർന്ന് അവനല്ലാതെ കർത്താവിന് വചനം പറയുന്ന പോലെ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടും എൻ്റെ പൂർണ്ണ മനസ്സോടും എൻ്റെ പൂർണ്ണ ആത്മാവോടും എൻ്റെ പൂർണ്ണ ശക്തിയോടും കൂടി ഞാൻ എൻ്റെ കരങ്ങളൊന്ന് ഉയർത്തിക്ക് ഇന്ന് അവനെ സ്നേഹിക്കുവാൻ ഒരു തീരുമാനമെടുക്കുക. ഇന്ന് അവൻ്റെ ആ രഹസ്യത്തിലേക്ക്, ഇന്ന് അവൻ്റെ രഹസ്യ ആ സന്നിധിയിലേക്ക് എന്നെ തന്നെ വെച്ചുകൊണ്ട്, എൻ്റെ യേശുവേ, ഞാൻ അങ്ങേ മറിമറന്ന് സ്നേഹിക്കുന്നു, നിന്നെ മാത്രം മതി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് കടന്നു വരാം. ഓ, വി വർഷിപ്പ് യു. നമ്മുടെ എല്ലാവരും കരങ്ങൾ ഉയർത്തി അവനെ അല്പനേരം നമുക്ക് ഒരു ആരാധന പാട്ട് പോകണം. Oh, we worship you, Lord. Oh, we worship you. പ്രത്യാശയുമേ നിരിസൂര്യനായി നീ വരും വേഗത്തിൽ ആ നാളിൽ പ്രത്യാശയുമേ ശോഭയേറും തീരമതിൽ പൊന്മുഖം ഞാൻ കണ്ടിടുമേ ശോഭയേറും തീരമതിൽ പൊന്മുഖം ഞാൻ കണ്ടിടുമേ നിരിസൂര്യനായി നീ വരും വേഗത്തിൽ ആ നാളതിൽ പ്രത്യാശയുമേ നിരിസൂര്യനായി നീ വരും വേഗത്തിൽ ആ നാളതിൽ പ്രത്യാശയുമേ നിൻ സേവയാ ഞാൻ സഹിക്കുന്നതാ ക്ലേശങ്ങൾ തെല്ലും സാരമില്ല നിൻ സേവയാൽ ഞാൻ സഹിക്കുന്നതാ വൻ ക്ലേശങ്ങൾ തെല്ലും സാരമില്ല അന്നു ഞാൻ നിൻ കയ്യിൽ നിന്നും പ്രാപിക്കും വൻ പ്രതിഫലങ്ങൾ അന്നു ഞാൻ നിൻ കയ്യിൽ നിന്നും പ്രാപിക്കും വൻ പ്രതിഫലങ്ങൾ സൂര്യനായി നീ വരും വേഗത്തിൽ ആ നാളതിൽ പ്രത്യാശയുമേ സൂര്യനായി നീ വരും വേഗത്തിൽ ആ നാളതിൽ പ്രത്യാശയുമേ രാത്രികാലമോ ഇനിയേറെയില്ല പകൽ നാളുകൾ ഏറ്റവും അടുത്തതിനാൽ രാത്രികാലമോ ഇനിയേറെയില്ല പകൽ നാളുകൾ ഏറ്റവും അടുത്തതിനാൽ ഇരുളിന്റെ പ്രവൃത്തികളെ വെടിയാം നമ്പലം ധരിക്കാം ഇരുളിന്റെ പ്രവൃത്തികളെ വെടിയാം നമ്പലം ധരിക്കാം സൂര്യനായി നീ വരും വേഗത്തിൽ ആ നാളതിൽ പ്രത്യാശയുമേ സൂര്യനായി നീ വരും വേഗത്തിൽ ആ നാളതിൽ പ്രത്യാശയുമേ വാനിൽ കാഹളം ഞാൻ കേട്ടിടുവാൻ കാലമേറെയായി ഞാൻ കാത്തിടുന്നു വാനിൽ കാഹളം ഞാൻ കേട്ടിടുവാൻ കാലമേറെയായി
ഞാൻ കാത്തിടുന്നു. അന്നു ഞാൻ നിൻ വിശുദ്ധരുമായി വർണ്ണിക്കും അവൻ മഹത്വം. അന്നു ഞാൻ നിൻ വിശുദ്ധരുമായി വർണ്ണിക്കും അവൻ മഹത്വം. സൂര്യനായി നീ വരും മേഘത്തിൽ ആ നാളതിൽ പ്രത്യാശയുമേ. സൂര്യനായി നീ വരും മേഘത്തിൽ ആ നാളതിൽ പ്രത്യാശയുമേ. ശോഭയേറും തീരമതിൽ മുഖം ഞാൻ കണ്ടിടുമേ. ശോഭയേറും തീരമതിൽ പൊന്മുഖം ഞാൻ കണ്ടിടുമേ. നിൻ സേവയാ ഞാൻ സഹിക്കുന്നതാ വൻ ക്ലേശങ്ങൾ തെല്ലും സാരമില്ല. നിൻ സേവയാ ഞാൻ സഹിക്കുന്നതാ വൻ ക്ലേശങ്ങൾ തെല്ലും സാരമില്ല. അന്നു ഞാൻ നിൻ കയ്യിൽ നിന്നും പ്രാപിക്കും വൻ പ്രതിഫലങ്ങൾ. അന്നു ഞാൻ നിൻ കയ്യിൽ നിന്നും പ്രാപിക്കും വൻ പ്രതിഫലങ്ങൾ. സൂര്യനായി നീ വരും മേഘത്തിൽ ആ നാളതൻ പ്രത്യാശയുമേ. സൂര്യനായി നീ വരും മേഘത്തിൽ ആ നാളതിൽ പ്രത്യാശയുമേ. ശോഭയേറും തീരമതിൽ കണ്ടിടുമേ. ശോഭയേറും തീരമതിൽ മുഖം സൂര്യനായിടുമേ. സൂര്യനായി നീ വരും മേഘത്തിൽ ആ നാളതിൽ പ്രത്യാശയുമേ. സൂര്യനായി നീ വരും മേഘത്തിൽ ആ നാളതിൽ പ്രത്യാശയുമേ. ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യം ഞാൻ ഇന്ന് പറയുന്നതാണ്. ഇവിടെ ഏകാന്തത അനുഭവിക്കുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് ആരുമില്ല, നിങ്ങൾ കൈയൊന്നും പൊക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കാൻ പോകും നിങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. ലോർഡ് കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് കർത്താവേ, എന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ ആ രഹസ്യ സ്വകാര്യ തോട്ടത്തിലേക്ക് ദൈവം കടന്നു വന്ന് പ്രത്യേകിച്ച് ഏകാന്തത അനുഭവിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരി സഹോദരന്മാരെ ഏൽപ്പിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് കർത്താവെ അവർക്ക് ആ ഒരു ഏകാന്തത അവരിൽ നിന്ന് മാറ്റുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിലില്ല എങ്കിൽ ഞങ്ങളെ ആൾക്കൂട്ടത്തിൽ തനിയെ ഞങ്ങൾ ഒറ്റയ്ക്കാണ്, ഞങ്ങൾക്ക് എവിടെയും ആരോടൊന്നും പറയുവാനില്ല എന്നുള്ള ചിന്ത പലപ്പോഴും ഞങ്ങൾ നിറയുന്നുണ്ട്. എന്നാൽ കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ടതനുസരിച്ച് ഇന്ന് ആ സ്വകാര്യ ഞങ്ങളുടെ തോട്ടത്തിൽ ഞങ്ങളുടെ കാന്തൻ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് കർത്താവെ, ഇന്ന് ആ ഏകാന്തത അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാരെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിൽ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഇന്ന് വചനം വായിക്കുമ്പോഴൊക്കെയും ദൈവത്തിൻ്റെ ആ ഒരു കമ്പാനിയൻഷിപ്പ്, കർത്താവിൻ്റെ ആ സൗഹൃദം അവർ കൂടുതലായി അനുഭവിക്കുവാൻ ഇന്ന് അത് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ആ വ്യക്തികളെല്ലാം ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിൻ്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം തന്ന കർത്താവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വേഗം വരണമേ. സമാധാനത്തിൽ പോവുക, കൂട്ടായ്മ ആചരിച്ച് കടന്നു പോവുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.